വർഗീയ വിദ്വേഷ പ്രസംഗത്തിന് വെള്ളാപ്പള്ളി നടേശനെതിരെ ജാമ്യമില്ലാ കേസെടുത്തു. ആലുവ പോലീസാണ് കേസെടുത്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കം അനുവദിക്കാനാകില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. ഈ വിഷയമാണ് ഈ പ്രത്യേക ബുള്ളറ്റിൽ ചർച്ചയായി രൂപപ്പെടുന്നത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുകയാണ്. ദിനകർ, ആഭ്യന്തരമന്ത്രി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള നടപടിയെ സംബന്ധിച്ച് വിശദീകരിച്ചത് എങ്ങനെ? അജിംഷാദ്, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. IPC 153A അനുസരിച്ചാണ് കേസ് എടുത്തിട്ടുള്ളത്. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ, വർഗീയത വളർത്തുന്ന രീതിയിൽ പ്രസ്താവന സംസാരിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ആലുവ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതികൾ ലഭിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം തേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത് എന്ന് ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കേരളത്തിൽ ജാതീയമായും വർഗീയമായും ജനങ്ങളെ വേർതിരിക്കാനും സംഘർഷം വളർത്താനും ആണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം RSS BJP അജണ്ട നടപ്പാക്കാനുള്ള നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത് എന്നും ആഭ്യന്തരമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. വെള്ളാപ്പള്ളിയെ വർഗീയതയുടെ വൈറസ് ബാധിച്ചിരിക്കുകയാണ് എന്നും ആഭ്യന്തരമന്ത്രി ദിനകർ ഒരു കാര്യം കൂടി, അതായത് IPC 153A പ്രകാരമാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. FIR ഇട്ടു എന്ന് പറഞ്ഞു. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ്? യാത്ര പൂർത്തീകരിക്കാൻ അനുവദിക്കുമോ? ഇതൊക്കെ മാധ്യമപ്രവർത്തകർ ചെന്നിത്തലയോട് ചോദിച്ചോ? അജിംഷാദ്, യാത്ര തടയില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അദ്ദേഹം ആലുവയിൽ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. തുടരന്വേഷണം ആലുവ പോലീസ്, ലോക്കൽ പോലീസാണ് അന്വേഷിക്കുക. വിവിധ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതേസമയം യാത്ര തടസ്സപ്പെടുത്താൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അജിംഷാദ്, അതായത് ദിനകർ, നമ്മൾ നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ 153A എന്നത് ജാമ്യമില്ലാ വകുപ്പാണ്. അങ്ങനെയെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഒരാൾക്കെതിരെ എങ്ങനെയാണ് അറസ്റ്റ് ഉണ്ടാകാതിരിക്കുക? കോടതിയിൽ അയാളെ എത്രയും വേഗം ഹാജരാക്കണ്ടേ? ഇത്തരം നടപടിക്രമങ്ങളിലെ സാധാരണഗതിയിൽ ഉണ്ടാവുക. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് അതിൽ നിന്ന് വ്യതിരിക്തമാകുന്നു എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ലേ? അജിംഷാദ്, ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 153A അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്താൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരുപക്ഷെ ജാഥ നയിക്കുന്നത് കൊണ്ടാവാം ഇപ്പോൾ അത്തരത്തിലൊരു അറസ്റ്റ്. അത് ഒരുപക്ഷെ സർക്കാരിന് തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് സർക്കാർ പോകാതിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം നടത്തിയ ശേഷം അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളും തെളിവെടുത്ത ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. തീർച്ചയായും ദിനകർ, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം CPIM നേതാവ്, മുതിർന്ന നേതാവ് തോമസ് ഐസക് ചേരുന്നു. ഒപ്പം BJP നേതാവ് JR പത്മകുമാറുമുണ്ട് ലൈനിൽ. ആദ്യം തോമസ് ഐസക്കിലേക്ക്. ശ്രീ തോമസ് ഐസക്, വെള്ളാപ്പള്ളി നടേശനെതിരെ 153A പ്രകാരം കേസെടുത്തിരിക്കുന്നു IPC. അങ്ങനെയെങ്കിൽ അത് ജാമ്യമില്ലാ വകുപ്പാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യണ്ടേ? അത് ചോദിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ കേരള തൊഗാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊഗാടിക്കെതിരായിട്ട് കേസ് UDF സർക്കാർ പിൻവലിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിന്ന് വലിയ കാര്യമൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ വെള്ളാപ്പള്ളി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള വർഗീയ പ്രചാരണം, അത് ജാതി മത സ്പർദ്ധ കേരളത്തിൽ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ്. അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം. ഇന്ത്യൻ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും ഒരു സ്വഭാവമുണ്ട്. അതിന്റെ അടിസ്ഥാന സ്വഭാവത്തെ വെല്ലുവിളിക്കുന്നതാണ് എന്ന് ഔപചാരികമായിട്ട് കേരള സർക്കാർ കൂടി അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ശ്രീ തോമസ് ഐസക്, ദയവായി താങ്കൾ തുടരണം. ടെലിഫോണിൽ നിന്ന് പോകരുത് ദയവായി. BJP നേതാവ് JR പത്മകുമാർ കൂടി ചേരുകയാണ്. ശ്രീ JR പത്മകുമാർ, വെള്ളാപ്പള്ളി നടേശനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സർക്കാർ കേസെടുത്തിരിക്കുന്നു. എങ്ങനെ കാണുന്നു BJP ഇതിനെ? സർക്കാരിന്റെ
അസഹിഷ്ണുതയാണ് നിന്ന് കാണാൻ കഴിയുന്നത്. വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ഈ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ആനുകൂല്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഒരു പുതിയ കീഴ്വഴക്കം നമ്മൾ ഈ കേരളത്തിൽ സൃഷ്ടിക്കും. വെള്ളാപ്പള്ളിയോടുള്ള ഈ തരത്തിലുള്ള സമീപനത്തിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സമത്വ മുന്നേറ്റ ജാഥയുമായി ശ്രീ ജെ ആർ പത്മകുമാർ, താങ്കൾ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നറിയാം. പക്ഷേ അതുകൊണ്ട് താങ്കൾ മറച്ചു വെച്ചാണ് ഇത് സംസാരിക്കുന്നതെന്ന് താങ്കളോട് മുഖത്ത് നോക്കി തന്നെ പറയേണ്ടി വരുന്നു. അതായത് നൗഷാദ് എന്ന ഒരു വ്യക്തി 2 പേരെ മാൻഹോളിൽ കുടുങ്ങിയ 2 പേരെ ജാതിയും മതവും ഒന്നും നോക്കാതെ 2 പേരെ പെട്ടെന്ന്, അതും അന്യസംസ്ഥാന തൊഴിലാളികളായ 2 പേരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി. ആ നൗഷാദിനെ പരാമർശിച്ചുകൊണ്ടുള്ള വർഗീയ പരാമർശങ്ങൾക്കെതിരെയാണ്, അല്ല ആനുകൂല്യം നിഷേധിച്ചതിനെതിരെ അല്ല ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ശ്രീ പത്മകുമാർ, താങ്കൾ തുടരാം. അതല്ലല്ല, അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ അതിനൊരു നൗഷാദിന്റെ ഒരു ഇഷ്യൂ എടുത്തു പറഞ്ഞു എന്നുള്ളതല്ല. അത് അദ്ദേഹം പറഞ്ഞൊരു വസ്തുത കേരളത്തിൽ നിലനിൽക്കുന്നില്ലേ? അതാരും ചർച്ച ചെയ്യാത്തത്? കേരളത്തിൽ അങ്ങനെ ഒരു വസ്തുതയുണ്ട്, ഇരട്ട നീതിയുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, ആനുകൂല്യങ്ങൾ നൽകുന്നത്, ജോലി നൽകുന്നത്, മറ്റാനുകൂല്യങ്ങൾ നൽകുന്നത്. ഇതേ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ. താമരശ്ശേരി ബിഷപ്പിന്റെ ഒരു പ്രസ്താവന മുമ്പുണ്ടായിരുന്നല്ലോ, ഈ ഗാഡ്ഗിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ വർഗീയ ലഹളയുണ്ടാകും, മറ്റേ തീവ്രവാദം വളരുമെന്ന് പിറ്റേന്ന് ആക്രമണം നടന്നില്ലേ? ഏത് 2 കൊച്ചച്ഛന്മാരുടെ പേരിൽ കേസെടുത്തിട്ട് ഇപ്പൊ കേസ് പിൻവലിച്ചില്ലേ? അങ്ങനെ തീരുമാനം. ഇതാണ് ഒരു കീഴ്വഴക്കമെങ്കിൽ നാളെ മുതൽ എല്ലാ ആളുകൾക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും. അല്ല, ശ്രീ ജെ ആർ പത്മകുമാർ, ഇതിനകത്ത് ഉയരുന്ന വിഷയം ഇതാണ്. അതായത് ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ സാമൂഹിക നീതി, അദ്ദേഹത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലുള്ള സാമൂഹിക നീതി അല്ലെങ്കിൽ അനീതിയെ സംബന്ധിച്ചല്ല സംസാരിച്ചത്. മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷങ്ങളെയോ ആരെങ്കിലുമൊക്കെ തങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു, അതിനെതിരായി സമരം നടത്തണമെന്ന സാധാരണ വർഗീയവാദികൾ പറയുന്ന കാര്യങ്ങളാൽ മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറഞ്ഞത്. അത് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേർ മുമ്പുമുണ്ട്, അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. ഇവിടെ ഉണ്ടായത് രക്ഷാപ്രവർത്തനത്തിനായി പോയി ജീവൻ പൊലിഞ്ഞ ഒരു മനുഷ്യന്റെ ജാതിയും മതവും നോക്കുന്നു. അതാണ് വിഷയമായി വന്നത്. തെറ്റിദ്ധരിപ്പിക്കരുത് ശ്രീ പത്മകുമാർ. അത് വളച്ചൊടിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, സത്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. സഹായം കിട്ടണമെങ്കിൽ മുസ്ലിമായി ജനിക്കണം. 2 അഹിന്ദുക്കൾ മുങ്ങി മരിച്ചിട്ട് അവർക്ക് കിട്ടിയില്ല. ഇവിടെ മാൻഹോളിൽ എങ്ങാണ്ട് മുങ്ങി മരിച്ച ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾക്ക് ആനുകൂല്യം കിട്ടി. മുസ്ലിമായി മരിക്കാൻ ഞാൻ കൊതിക്കുന്നു. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. നൗഷാദിനെയാണ് അവിടെ. അല്ല, മുങ്ങി മരിച്ചതോ നൗഷാദോ അല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നൽകുന്നു, മതത്തിന്റെ പേരിൽ മറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമാണ്. അതെ, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാനാണ് ഇടപെടുന്നത് ശ്രീ പത്മകുമാർ. അതായത് എത്രയോ കാര്യങ്ങളുണ്ട് കേരളത്തിൽ അത്തരത്തിൽ അനീതിയെ സംബന്ധിച്ച്. ഹിന്ദുക്കളുടെ നീതി തട്ടിയെടുക്കുന്നു എന്നത് സംസാരിക്കാൻ എത്രയോ വിഷയങ്ങളുണ്ട്. അതൊന്നുമല്ലല്ലോ പരാമർശിച്ചത്. നൗഷാദ് എന്ന ഒരു പാവം മനുഷ്യൻ ഇത്തരത്തിൽ ജീവൻ ബലിയർപ്പിച്ചതാണോ വിഷയമായി എടുക്കേണ്ടത് ഇവിടെ? അങ്ങനെയാണെങ്കിൽ BJP അതിനെ തള്ളിപ്പറയണം. BJP അങ്ങനെയല്ലല്ലോ, നിങ്ങളിത് ചിത്രീകരിക്കുന്നതല്ലേ. ഈ കോഴിക്കോട് ഈ അനാശാസ്യം നടത്തുന്ന അല്ലെ കൊച്ചുകുട്ടികളെ ഇപ്പോൾ കണ്ടല്ലോ, അതിന് എതിരായിട്ട് പ്രതികരിച്ചപ്പോ ചുംബനത്തിനെതിരാണെന്ന് പ്രചരണം നടത്തിയില്ലേ നമ്മളെല്ലാവരും ഈ സംസ്ഥാനത്ത് വന്ന്. അപ്പൊ ഈ വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീ പത്മകുമാർ നൗഷാദിനെ പരാമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ അത് തെറ്റാണ് എന്ന് BJPക്ക് പറയാനാകുമോ? നിമിത്തമായെന്നേ ഉള്ളൂ. അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യമായ അനീതിക്കെതിരെ, ഇരട്ട നീതിക്കെതിരെ പറഞ്ഞപ്പോ നൗഷാദിന്റെ പേര് അതിലൊരു നിമിത്തമായി എന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഇരട്ട നീതിയാണ്. അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി ഞാൻ പറയാം. അദ്ദേഹം പറയുമ്പോൾ അത് ജാതി എന്ന് പറയും. ഇതേ ആവശ്യം മറ്റുള്ളവരാരെങ്കിലും ഉപയോഗിച്ചു. ശ്രീ പത്മകുമാർ, താങ്കൾ വിഷയം മാറ്റുന്നു. അതാണ് പ്രശ്നം. താങ്കൾ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നില്ല. അതായത് ഒന്ന് ശ്രീ പത്മകുമാർ, അതായത് ഇത്തരത്തിൽ പരാമർശം നൗഷാദുമായി ബന്ധപ്പെട്ട് നടത്തിയതിനെ BJP എതിർക്കുന്നു. ശരി, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറ്റ് അനീതിയുടെ വിഷയം, സാമൂഹ്യ അനീതിയുടെ വിഷയം അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു. ഒരു പക്ഷേ ഈ വിഷയം നൗഷാദുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയോ തെറ്റോ? ശ്രീ നൗഷാദ് എന്നുള്ള വാക്കല്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചു. നൗഷാദ് ഞാൻ പറഞ്ഞില്ല, ആ വാക്കൊരു നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിലെ വസ്തുത അതല്ലല്ലോ. ശ്രീ പത്മകുമാർ ഇല്ല. ശ്രീ പത്മകുമാർ, താങ്കൾ ആ പോയിന്റിനെ അഡ്രസ് ചെയ്യുന്നില്ല. അതാണ് പരിഭവം. അതായത് നൗഷാദ് എന്ന മാൻഹോളിൽ കുടുങ്ങിയ ഒരു മനുഷ്യന്റെ കാര്യം അവിടെ ഉദ്ധരിക്കാൻ പാടുണ്ടോ? അങ്ങനെ പാടുണ്ട്. അങ്ങനെ ഉള്ള ആ വിഷയം ഉദ്ധരിച്ചത് ശരിയാണോ തെറ്റാണോ?
അല്ല, ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ നീതി നടക്കുന്നത് 2 ദിവസം മുമ്പ് ഒരു ആക്സിഡന്റ് മരിച്ച കുട്ടികളുണ്ട്. അവിടെ ആർക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് ഇവിടെ പെട്ടെന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്നതേ ഉള്ളൂ. അതിന് ഈ നൗഷാദിന്റെ പേരൊരു നിമിത്തമായി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതൊരിക്കലും അത് കൊടുക്കുന്നത് കൊണ്ട് ആരും എതിർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ BJP നൗഷാദിന്റെ മരണത്തെ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ആദരം പ്രകടിപ്പിക്കുന്നുണ്ടോ? വളരെ അംഗീകരിക്കാത്ത ഒരാളെ രക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ട്. 2 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി. അദ്ദേഹം നിർഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചു. അത് നൗഷാദ് ആയാലും നമ്പൂരി ആയാലും ആരായാലും അതെ, അങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നത്. നിങ്ങൾ അതിനെ നൗഷാദ് എന്ന് കാണുന്നു, അതാണ് വിഷയം. അല്ല, അദ്ദേഹം പറഞ്ഞ നൗഷാദിന്റെ പേര് അതിനകത്ത് വന്നു എന്നുള്ളത് ഒരു നേരത്തെ പറഞ്ഞ വ്യക്തമായി. ഇല്ല, സാധാരണഗതിയിലുള്ളതുപോലെ കൃത്യത ശ്രീ പത്മകുമാർ ഇതിലില്ല. താങ്കൾക്ക് വ്യക്തിപരമായി മറിച്ചൊരു അഭിപ്രായം ഉണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായും താങ്കൾ ദയവായി തുടരണം. ഇപ്പോൾ നമ്മോടൊപ്പം തോമസ് ഐസക് കൂടി ചേരുകയാണ്. തോമസ് ഐസക്, ഇങ്ങനെയാണ്, അതായത് സാമൂഹിക അനീതിയുടെ വിഷയം പരാമർശിക്കവേ അതൊരു ഹേതുവായി എടുത്തു എന്നേ ഉള്ളൂ. നൗഷാദിനെ അപമാനിക്കലല്ല ഇത്. അതിനെതിരെ കേസെടുക്കുന്നത് അനീതിയാണ്. അദ്ദേഹം പറയുന്ന സാമൂഹിക അനീതി സാധൂകരിക്കുന്നു ഈ കേസെടുക്കുക വഴി. എന്താണ് പത്മകുമാർ BJP നിരീക്ഷിക്കുന്നത്? ഇപ്പോ BJPയുടെ നിരന്തരമായ പ്രചരണമുണ്ട്. ഇവിടെ ന്യൂനപക്ഷ പീഡനം നടത്തുന്നു, ഇവിടെ വിവേചനമുണ്ട്. ഇതൊക്കെ പറയുന്നതിന് ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. അതിനൊന്നും അവർക്ക് എതിർക്കാൻ പറ്റില്ല. അതിനെതിരായിട്ട് ഞങ്ങളുടെ വാദങ്ങളും വിമർശനങ്ങളും പറയും. അതാണ് രാഷ്ട്രീയ സംവാദവും തർക്കവും പ്രചരണവും എല്ലാം. ഞങ്ങൾക്ക് ഈ പറഞ്ഞ BJP പറയുന്ന കാര്യങ്ങളോട് യോജിപ്പില്ല. ഞങ്ങൾ ശക്തമായിട്ട് അക്കാര്യങ്ങൾ വിശദീകരിക്കും. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ BJP പറയുന്ന പോലെ ഒന്നുമില്ല. അതിന്റെ അപ്പുറം കടന്നിട്ട് കേരളത്തിൽ വർഗീയമായ ചേരിതിരിവ് എത്ര പ്രകോപനം സൃഷ്ടിക്കാൻ പറ്റുമോ അത്രയും പ്രകോപനം സൃഷ്ടിക്കാം. അങ്ങനെ പ്രകോപനം സൃഷ്ടിച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാക്കി അതിന്റെ പേരിൽ കേരളത്തിൽ ഒരു ലഹള, ഒരു കലാപം, ഒരു വലിയ തീഷ്ണമായ ചേരിതിരിവ് സൃഷ്ടിക്കാനാണോ പുറപ്പാട് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഓരോ സ്ഥലത്തും രക്തസാക്ഷികളെയും അവരെയും എന്തിനൊക്കെ വെല്ലുവിളിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നൗഷാദിന്റെ കാര്യത്തിൽ ഇങ്ങനെ സാമൂഹ്യ അനീതി പറഞ്ഞപ്പോൾ നൗഷാദിന്റെ പേര് നിമിത്തമായിട്ട് മാറുകയല്ല ചെയ്തത്. യഥാർത്ഥത്തില് അത് ഇന്ന് കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ മതന്യൂനപക്ഷങ്ങൾക്കാണ് എല്ലാം കൊടുക്കുന്നത്, ഭൂരിപക്ഷത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളത് ആളുകളെ ഹാലി പിടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് വെക്ക എന്ന് പറയുമ്പോ അവിടെ ആർത്തട്ടസിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ചുറ്റുപാടും TV കാണാൻ പറ്റുമല്ലോ. ഇതുപോലെ മനുഷ്യന്മാരെ ഹാലികളാക്കി ലഹളക്കിറക്കാനുള്ള പരിശ്രമമാണ്. കാരണം വൈകിയാണ് അദ്ദേഹം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. പുത്തനച്ചി പോരം നോക്കുമെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി എന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോട് കൂടി ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോ സർക്കാർ ഞങ്ങളതിനെതിരായിട്ട് വേറൊന്നും ചെയ്യുന്നില്ല. വളരെ സംയമനത്തോടെ വെള്ളാപ്പള്ളി എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിച്ച് അങ്ങോട്ട് പ്രതികരണം സൃഷ്ടിക്കാൻ ഞങ്ങളില്ല. പക്ഷെ നിയമവാഴ്ചയുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് സർക്കാർ ഈ നിയമവിരുദ്ധ വർഗീയ ചേരുവലുണ്ടാക്കാനുള്ള ഈ പ്രസംഗങ്ങൾക്കെതിരായിട്ട് കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സർക്കാർ കേസെടുത്തിരിക്കുന്നു. പക്ഷേ അങ്ങനെ നിയമപരമായി എടുത്ത ഒരു ദൗത്യം എന്നതിനപ്പുറത്തേക്ക് ഇതിന് രാഷ്ട്രീയമായി അല്ലെങ്കിൽ നീതിപരമായ ആത്മാർത്ഥത ഉണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഒരാൾ എങ്ങനെയാണ് തിരുവനന്തപുരം വരെ ജാഥ നടത്തുന്നത്? അറസ്റ്റ് ചെയ്യാനാകുമോ അയാളെ? UDF സർക്കാരിനും എന്തെങ്കിലും പ്രതികരിച്ചേ പറ്റൂ എന്നുള്ള സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഒരു ശരാശരി മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർഗീയ ഭ്രാന്താണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ UDFന് വലിയ നഷ്ടമുണ്ടാകും എന്ന് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനത്തിനെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നമൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കാനുള്ള ഒരു സംരംഭം, അതിന്റെ ഭാഗമായിട്ടാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുക. അങ്ങനെ കേസെടുത്തു കഴിഞ്ഞിട്ടും ജാഥ സുഗമമായിട്ട് നടന്നു പോകാം എന്നുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശനെതിരെ 153A പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു സർക്കാർ എന്നുള്ളത് ആഭ്യന്തരമന്ത്രി അല്പം മുമ്പ് പ്രഖ്യാപിച്ചു. വാർത്താ സമ്മേളനത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. ആലുവ പോലീസ്
വെള്ളാപ്പള്ളി നടേശനെതിരെ കേസും രജിസ്റ്റർ ചെയ്തു, FIR-ഉം എടുത്തു എന്നുള്ള കാര്യവും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. JR പത്മകുമാറിലേക്ക്. JR പത്മകുമാർ, പ്രധാനമായും ഉയരുന്ന ഒരു വിഷയം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തു എന്നതാണ്. അതിനെ BJP എങ്ങനെയാണ് ഇനി പ്രതിരോധിക്കുക? ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ആർക്കെങ്കിലും അവകാശം നിഷേധിക്കുന്നു അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അവകാശം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ അസഹിഷ്ണുത അല്ലെങ്കിൽ ഈ മതസ്പർദ്ധ വളർന്നതാവും? മാത്രമല്ല 153A അനുസരിച്ച് പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ക്ലാസസ് ഇൻ പ്ലേസ് ഓഫ് വർഷിപ്പ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതല്ല എങ്കിൽ റൈറ്റിംഗിന് കേസെടുക്കണം. റൈറ്റിംഗിന് കേസെടുക്കുമ്പോൾ ഒരു ഭാഗമാവില്ല, രണ്ട് ഭാഗവും വേണ്ടി വരും. ഇതൊക്കെ തൽക്കാലം ഈ ഇങ്ങനെ പക്ഷെ വോട്ട് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് ആളുകളെ അനുകൂലമാക്കി നിർത്താം എന്നുള്ള ഈ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ജാള്യത ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമെന്നല്ലാതെ ഇതെന്താ നിയമപരമായി നിലനിൽക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു മാഗസീനിൽ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആനുകൂല്യം തരുന്നില്ല. പക്ഷേ അങ്ങനെ ആനുകൂല്യത്തിന്റെ പ്രശ്നമല്ല ശ്രീ പത്മകുമാർ ഇവിടെ ആയത്. ഇവിടെ ഒരു 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 വീരമൃത്യു വരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് അപമാനത്തിന്റെ സ്വരം ഉണ്ടാക്കിയെന്നതാണ്. അതാണ് ശ്രീ JR പത്മകുമാർ തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് സന്തോഷ് അരേക്കണ്ടി, SNDP നേതാവ് കൂടിയായ സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, താങ്കളുടെ ഒരു വക്കീൽ കൂടിയാണ്. IPC 153A എന്നത് ജാമ്യമില്ലാ വകുപ്പ് തന്നെയല്ലേ? എന്തോ എന്നോടാണ് ചോദിച്ചത്? അതെ, ജാമ്യമില്ലാ വകുപ്പും ജാമ്യമുള്ള വകുപ്പുകളും ഉണ്ടല്ലോ. ഇതിപ്പോ ഇവിടുത്തെ അതിന്റെ ഗ്രാവിറ്റി, ഒരു ഒഫൻസ് ആരോപിക്കുമ്പോൾ ആ ഒഫൻസിന് നിയമപരമായി നേരിടാനുള്ള എല്ലാ ശക്തിയും SNDP യോഗത്തിനുണ്ട്. ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കേസെടുത്ത വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ ശക്തരാകുകയാണ് കേരളത്തിൽ. വെള്ളാപ്പള്ളി നടേശന്റെ ശക്തി ഭയന്നിട്ടാണ്. ഇവിടെ ഇരട്ട നീതിയാണുള്ള കേരളത്തിൽ. ഇരട്ട നീതി കൊടുക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ ഇരട്ട നീതിയാണല്ലോ ഇപ്പൊ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. കാന്തപുരത്തിനൊരു നീതി, വെള്ളാപ്പള്ളി നടേശനൊരു നീതി, കുഞ്ഞാലിക്കുട്ടി സാറിനൊരു നീതി, KM മാണി സാറിനൊരു നീതി. കേരളത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക നീതികളാണല്ലോ. അതിനെ നിയമപരമായി നേരിടാനുള്ള ശക്തിയും ആർജവും SNDP യോഗത്തിനുണ്ട്, അല്ലെങ്കിൽ സമത്വ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ച ആളുകൾക്കുണ്ട്. അതിൽ അശേഷം ഭയമില്ല. അല്ല സന്തോഷ് അരേക്കണ്ടി, ഒരു കാര്യം ചോദിച്ചോട്ടെ. കുഞ്ഞാലിക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ കാന്തപുരത്തെ പോലെ അല്ലെങ്കിൽ കത്തോലിക്കയിലെ അച്ഛനെ പോലെ ബിഷപ്പിനെ പോലെ ആണോ നൗഷാദ് എന്ന സാധാരണക്കാരനെയും SNDP കാണുന്നത്? ഒരിക്കലുമല്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. നൗഷാദിന് സഹായം കൊടുത്തുള്ള ഒരിക്കലും ഞങ്ങൾ എതിർപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. തൊട്ടപ്പുറത്ത് ഇതേപോലെ തന്നെ അപമൃത്യു ഉണ്ടായ ആളുകൾക്ക് സഹായം എത്തിക്കാൻ ആരും വന്നിട്ടില്ല. പാലക്കാട് ഹൈവേയില് കുറെ ആളുകൾ ഒരു വണ്ടി ആക്സിഡന്റിൽപ്പെട്ട ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട ആളെ സഹായിക്കാൻ വേണ്ടി എത്തിയ ആളുടെ ദേഹത്ത് വണ്ടി ഇടിച്ച് അവർ മുഴുവൻ മരിച്ചു. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും വന്നില്ല. ഈ ഒരു സത്യമല്ലേ പറഞ്ഞുള്ളൂ. അവിടെ കൂടെ നോക്കണം. നോക്കുമ്പോൾ രണ്ടുപേരെ നോക്കണം. അല്ല ഒരിക്കലും നൗഷാദിനെ ഡിഗ്രേഡ് ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ഒരിക്കലും യോഗം ചെയ്തിട്ടില്ല. ഇത് തെറ്റായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുന്നത് തെറ്റാണത്. ഒരിക്കലും പൊതുസമൂഹത്തോട് ചെയ്യാൻ പാടില്ല. അതായത് സന്തോഷ് അരേക്കണ്ടി, അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സഹായം കിട്ടണമെങ്കിൽ മുസ്ലിം ആകണം. ഇവിടെ 2 അഹിന്ദുക്കൾ മുങ്ങി മരിച്ചു, അവർക്ക് കിട്ടിയില്ല. കോഴിക്കോട് ഒരു മാൻഹോളിൽ വീണ നൗഷാദ് എന്ന ചെറുപ്പക്കാരനുണ്ട്, അയാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾക്കെല്ലാം കൊടുത്തു. മുസ്ലിമായി മരിക്കാൻ ഞാനും കൊതിക്കുന്നു. ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. ആണോ? ബൈറ്റ് കേൾക്കണോ? വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കേൾക്കാം. വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കേൾക്കൂ. സന്തോഷ് അരേക്കണ്ടി, BRM ഷഫീർ, JR പത്മകുമാർ, കേൾക്കൂ വാക്ക്. വല്ല അപകടം വന്ന് മരിക്കുന്നത് മുസ്ലിമായിട്ട് മരിക്കുന്നത് എന്നാലേ ഗുണമുള്ളൂ. അത് തമാശ. ഈയിടെ നിങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഹാൻഡ്ബോൾ മത്സരത്തിന് പോയി 3 കുട്ടികൾ മരിച്ചുപോയി. എന്നാൽ കഴിഞ്ഞ ദിവസം മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു നൗഷാദ് മരിച്ചുപോയി. ആ നൗഷാദ് എന്താ കൊടുത്തത്? 10 ലക്ഷം കൊടുത്ത് വീട്ടിലൊരാൾക്ക് ജോലിയെ കൊടുത്തു. ഇവിടെ ജാതിയില്ല മതമില്ലെന്ന് വളർത്തുന്നില്ലേ? മരിക്കണമെന്ന് മുസ്ലിമായിട്ട്. ശ്രീ സന്തോഷ് അരേക്കണ്ടി കേട്ടോ? അതായത് നിങ്ങളുടെ നേതാവ് യാത്രയുടെ ഇടയിൽ പത്രം പോലും വായിക്കാറില്ലേ? മുങ്ങി മരിച്ച ഒരാൾ എന്ന രീതിയിലാണ് നൗഷാദിനെ പരാമർശിച്ചത്. ഒന്ന്, വൃത്തിയാക്കാൻ ഇറങ്ങുകയാണ് എന്നും പറഞ്ഞു. വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേരെ രക്ഷിക്കാൻ ഇറങ്ങിയെന്നുള്ള കാര്യം പോലും അറിയാതെയാണോ ഈ നിരുത്തരവാദപരമായ പരാമർശം നടത്തുന്നത്? അരേക്കണ്ടി, സന്തോഷ്. സന്തോഷ് കേൾക്കാമോ? ഹലോ.
സന്തോഷ് ഇല്ല എന്ന് തോന്നുന്നു ലൈനിൽ. തീർച്ചയായും JR പത്മകുമാറിലേക്ക്. JR പത്മകുമാർ താങ്കൾ ലൈനിലുണ്ടോ? കുറച്ചുകൂടി ശ്രീ JR പത്മകുമാർ താങ്കൾ ലൈനിലുണ്ടോ? ഉണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇങ്ങനെയാണ്: മാൻഹോൾ വൃത്തിയാക്കാനിറങ്ങിയ ഒരാൾ മരിച്ചപ്പോൾ കൃത്യമായി പത്രം പോലും വായിക്കാറില്ലേ, കൃത്യമായി വാർത്തകൾ കാണാറില്ലേ വെള്ളാപ്പള്ളി നടേശൻ? അതായത് മുങ്ങി മരിച്ചതല്ല, വൃത്തിയാക്കാനിടയിൽ സംഭവിച്ചതല്ല. 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ജീവൻ പിടയുന്നത് കണ്ട് പോയി രക്ഷപ്പെടുത്താൻ പോയ ഓട്ടോ ഡ്രൈവറാണ് ഈ നൗഷാദ്. അതുപോലും അറിയാതെയാണോ ഈ നിരുത്തരവാദ പരാമർശം വെള്ളാപ്പള്ളി നടത്തുന്നത്? നൗഷാദിനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നൗഷാദ് ചെയ്ത പ്രവൃത്തിയെ കുറച്ച് കാണിച്ചില്ലല്ലോ. കാണിച്ചു. നല്ല കാര്യത്തെ ആരും കുറച്ച് കാണില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ആ വസ്തുതയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. തൊട്ടടുത്തുള്ള 2 കുട്ടികൾ മരിച്ചു. അവിടെ ഒരു ജനപ്രതിനിധി പോലും ചെന്ന് നോക്കാനില്ലാതിരുന്നു. ഇപ്പുറത്ത് പെട്ടെന്ന് തന്നെ ചെന്നു. അപ്പൊ അതൊരു സ്വാഭാവികമായിട്ട് അല്ല ശ്രീ പത്മകുമാർ, ഈ നൗഷാദ് എന്ന ഒരു മനുഷ്യന്റെ വീരമൃത്യു വേണ്ടി വന്നോ ഈ 2 ഹിന്ദു ചെറുപ്പക്കാരുടെ സംബന്ധിച്ച്? അദ്ദേഹം പൊതുവിൽ പറഞ്ഞ കുറെ കാര്യങ്ങളാണ്. പൊതുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ പൊതുവിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇരട്ട നീതിയുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവകാശം നിഷേധിക്കുന്ന ഏർപ്പാടുണ്ട്. അത് നമുക്ക് എണ്ണി എത്ര വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷെ ആ ഒരു കാര്യം പൊതുജന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വന്നപ്പോൾ അത് അതിനൊരു നിമിത്തമായി മാത്രമാണ് ഈ പേര് ഉപയോഗിച്ചത്. തീർച്ചയായും സന്തോഷ് അരേക്കണ്ടി, ഒരു കാര്യം, ശ്രീ സന്തോഷ് അരേക്കണ്ടി താങ്കൾ ടെലിഫോണിലുണ്ടോ? ശ്രീ സന്തോഷ് അരേക്കണ്ടി താങ്കൾ ടെലിഫോണിലുണ്ടോ? അതായത് നിങ്ങളുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നൗഷാദ് എന്ന ചെറുപ്പക്കാരൻ മാൻഹോളിലൂടെ വൃത്തിയാക്കാൻ ഇറങ്ങവേ മുങ്ങി മരിച്ചതാണ്. കൃത്യമായി വാർത്ത പോലും കാണാറില്ലേ? 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ജീവനുമായി പിടഞ്ഞപ്പോൾ അവരെ രക്ഷിക്കാൻ ഇറങ്ങിയ ഓട്ടോ ഡ്രൈവറാണ് നൗഷാദ്. അതുപോലും അറിയാതെയാണോ ഈ നിരുത്തരവാദ പരാമർശം നിങ്ങളുടെ നേതാവ് നടത്തിയത്? ഒരു ചോദ്യം. ഒരിക്കലും നിരുത്തരവാദപരമല്ലല്ലോ സുഹൃത്തെ. നിരുത്തരവാദം നിങ്ങൾ പറഞ്ഞു വളച്ചൊടിക്കാത്തതിനെ. നിങ്ങൾ ഈ കേരളത്തെ ഒന്നായി കണ്ടേ. ഒരു മാതാപിതാക്കൾ തന്റെ മക്കളെ കാണുന്നത് ഒരുപോലെ കാണണം. അത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഇപ്പൊ സമത്വ മുന്നേറ്റ യാത്രയുടെ ലക്ഷ്യവും അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ നിങ്ങൾ തെറ്റായി വളച്ചൊടിച്ച് ഈ പ്രബുദ്ധ കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യാതെ ഇത് ഒരു ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മാധ്യമ ധർമ്മം തന്നെ അല്ല. അങ്ങനെയാണെങ്കിൽ സന്തോഷ് അരേക്കണ്ടി അത്തരത്തിൽ നൗഷാദിനെ ശ്രീ സന്തോഷ്, അതായത് അത്തരത്തിൽ ഒരു അനീതി സംസാരിച്ചപ്പോൾ നൗഷാദിന്റെ പേര് അറിയാതെ പറഞ്ഞതാണ്, അതൊരിക്കലും നൗഷാദിനെ ഉദ്ദേശിച്ചല്ല എന്ന തിരുത്ത് നിങ്ങളുടെ നേതാവ് നടത്തണ്ടേ? ഒരിക്കലും ഇന്ന് വരെ നടത്തിയിട്ടില്ല തിരുത്ത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഇന്ന് അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അടിമാലിയിൽ നടന്ന മീറ്റിംഗിൽ അത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ അത് നിങ്ങൾ കാണിക്കാത്തത്? വ്യക്തമായി ഇന്ന് അടിമാലിയിൽ 10,000-കണക്കിന് ആളുടെ സാക്ഷി നിർത്തി എന്താണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആ വാർത്ത എത്തിയിട്ടില്ല. എത്തുമ്പോൾ നമുക്ക് ആദ്യം സംസാരിക്കാം. തീർച്ചയായും സന്തോഷ് അരേക്കണ്ടി ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം KV അബ്ദുൽ ഖാദർ MLA, ഒപ്പം ഭാസുരേന്ദ്ര ബാബു, BRM ഷഫീർ ഒക്കെയും ചർച്ചയിൽ പങ്കെടുക്കാനായുണ്ട്. ആദ്യം ശ്രീ KV അബ്ദുൽ ഖാദർ MLAയിലേക്ക്. ശ്രീ KV അബ്ദുൽ ഖാദർ MLA, ഇത്തരത്തിൽ പരാമർശം നടത്തിയതിന് സർക്കാർ ചെയ്യേണ്ട മാതൃകാപരമായ, ഒരു ജനകീയ ഭരണകൂടം ചെയ്യേണ്ട മാതൃകാപരമായ നിലപാടല്ലേ ചെന്നിത്തല സ്വീകരിച്ചത്? അല്ല, ഇത്തരമൊരു പരാമർശം SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായതിനെക്കുറിച്ച് ആദ്യമേ പറയട്ടെ. കാരണം മറ്റാരെങ്കിലുമായിരുന്നു, മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ RSS BJP പോലെയുള്ള വർഗീയ ശക്തികളുടെ നേതാക്കളായിരുന്നു ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള ഒരു പ്രസ്ഥാനം ഈ നാടിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച മഹാനായ ഒരു ചിന്തകൻ ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അങ്ങനെയുള്ള മഹത്തരങ്ങളായിട്ടുള്ള നിലപാടുകൾ കേരളീയ സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും ലോകത്തിന് തന്നെയും സംഭാവന ചെയ്ത മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ, ഒരു ചിന്തകൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ഇത്രമാത്രം അധമമായ ഒരു പ്രസ്താവന നടത്തിയത് എന്നതാണ് ഏറെ സങ്കടകരമോ പ്രതിഷേധാർഹമോ ഒക്കെ ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഇതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞ സംഭവം, നൗഷാദ് എന്ന് പറയുന്നയാൾ തൊട്ട് മുമ്പിൽ പ്രാണവായു ലഭിക്കാതെ പിടയുന്ന ആളുകൾ അവർ ഏത് ജാതിയിൽപ്പെട്ടവർ, ഏത് മതത്തിൽപ്പെട്ടവർ ആണെന്ന് നോക്കാതെയാണ് എടുത്തു ചാടിയത് രക്ഷിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ചാടിയ ഒരാളെ ഒരിക്കലും അദ്ദേഹം ഉദാഹരണമായിട്ട് പറയാൻ പാടുണ്ടായിരുന്നില്ല. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയൊരു ഗൗരവാവസ്ഥ. ഇവിടെ കേരളത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി എന്ന പേരിൽ നടത്തുന്ന ഈ ജാഥയിൽ എന്തിനാണ് അദ്ദേഹത്തെ പോലൊരാൾ ഇത്രമാത്രം വിഷലിപ്തമായൊരു പ്രതികരണം നടത്തിയത്? അത്തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രസ്താവനയെ നിയമാനുസൃതം തന്നെ കൈകാര്യം ചെയ്യാൻ ഏതൊരു ഭരണകൂടത്തിനും കഴിയേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കുറച്ച് വൈകിയില്ലേ എന്നാണ് എൻ്റെ സംശയം. ഏതായാലും കേസെടുത്ത് ഉചിതമായി. കാരണം കേസെടുക്കാതെ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ അത് ആരായാലും കേസെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഗവൺമെൻറ് അതാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ശ്രീ കെ വി അബ്ദുൽ ഖാദർ എം.എൽ.എ അത്തരത്തിൽ കേസ് സർക്കാർ എടുത്തു എന്നത് ശരി തന്നെ. നിയമപരമായും അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ശരി, ഒന്ന്. രണ്ടാമത്തെ വിഷയം, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായ ആളുടെ ജാഥ അല്ലെങ്കിൽ മീൻസ് എന്താണ് യാത്ര, ആ യാത്ര തടസ്സപ്പെടുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകില്ല, അറസ്റ്റ് ചെയ്യില്ല. ഇദ്ദേഹത്തെ കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ടേ അറസ്റ്റ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത്? അല്ല, ഗവൺമെൻറ് ഈ കാര്യത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത്രമാത്രം കുറ്റകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ഒരു നേതാവ് ഇനിയും അത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കാൻ ഗവൺമെൻറ് അനുവദിക്കുകയാണോ ചെയ്യേണ്ടത് എന്നത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ശ്രീ BRM ഷഫീർ, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവ് എന്നൊക്കെ ആരെങ്കിലും നിരീക്ഷിച്ചാൽ കുറ്റം പറയാനാകുമോ? ശരിയാണ്, ഇത്രയേറെ ഈ കേരളം മുഴുവൻ പീപ്പിൾ TV തന്നെ ക്യാമ്പയിൻ നടത്തുന്നു ഈ നൗഷാദിന് വേണ്ടി, നൗഷാദിന് ആദരം നൽകണമെന്ന്. മേജർ രവിയെ പോലെയുള്ള വ്യക്തി വന്ന് പീപ്പിൾ TVയിലൂടെ തന്നെ പറയുകയാണ് അദ്ദേഹം ചെയ്യാനിരുന്നതാണ് ആദ്യം മാധ്യമങ്ങൾ പീപ്പിൾ TV ഏറ്റെടുത്തത്. കാരണം വീരചക്ര പോലെ കിട്ടാൻ അർഹനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാർത്ത വായിച്ചപ്പോൾ എൻ്റെ കണ്ണും കരളുമൊക്കെ ഒലിച്ചുപോയി എന്നൊക്കെ ആണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സർക്കാർ എടുക്കേണ്ട അറ്റ്ലീസ്റ്റ് ഒരു കാര്യമാണ് ഈ 153A എന്നുള്ളത്. പക്ഷേ അറസ്റ്റ് ചെയ്യില്ല. അവിടെ ഒരു ഇച്ഛാശക്തിയുടെ കുറവുണ്ട്. ഇവിടെ ഇച്ഛാശക്തിയുടെ കുറവുണ്ടെന്ന് ആർക്കാ പറയാൻ പറ്റുക? കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു സാമുദായിക നേതാവ് ഈ രാജ്യത്തിൻ്റെ മതത്തിനെയും അതിൽ ജാതീയതയുടെയും പേരിൽ ഈ സമൂഹത്തിൽ നിൽക്കുന്ന പബ്ലിക് ഹാർമണിയെ തകർക്കുന്ന തരത്തിലൊരു പ്രസ്താവന ഇറക്കിയാൽ ഉടൻ തന്നെ കേരളത്തിലെ KPCCയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ പറഞ്ഞു അദ്ദേഹത്തിനെതിരായി കേസെടുക്കണം. കേരളത്തിലെ പൗരസമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും പറഞ്ഞു അദ്ദേഹത്തിനെതിരായി കേസെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ 4-5 ഏകദേശം ഒരു 10-15 മിനിറ്റല്ലേ ആയുള്ളൂ ആലുവ പോലീസ് 153A പ്രകാരം നോൺ ബെയിലബിൾ ഒഫൻസ് അനുസരിച്ചുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ജാതീയതമായി വർത്തമാനം പറഞ്ഞതിന് കേസെടുത്തിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. കേരളത്തിൽ ഒരു ജാഥ നയിച്ചു കൊണ്ടുവരുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പാവപ്പെട്ട ഒരു മാൻഹോണിൽ വീണ് മരണപ്പെട്ട ഒരു തൊഴിലാളിക്ക് ഒരു ആനുകൂല്യം കൊടുത്തപ്പോൾ ആ ആനുകൂല്യത്തിൽ പോലും വർഗീയത വമിക്കുന്ന പ്രസ്താവന ഇറക്കിയതിനെ ചൊല്ലി കേരളത്തിൻ്റെ പൊതുസമൂഹം ആവശ്യപ്പെട്ടതിന് പ്രകാരം ഒരു അല്പം പോലും കാലതാമസം വരുത്താതെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലൊരു 153A പ്രകാരം കേസെടുക്കാൻ കാണിച്ച ആ കേസ് ശ്രീ BRM ഷഫീർ ആ കേസ് വെറും പേപ്പറിലിരിക്കും. വെള്ളാപ്പള്ളി ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അല്പം മുമ്പാണ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം നടന്നത്. അല്പം മുമ്പ്, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ചെന്നിത്തലയോട് ചോദിച്ചു, യാത്ര തടസ്സപ്പെടില്ല, അറസ്റ്റ് ചെയ്യുമോ? അത് ചെയ്യില്ല. ഇപ്പോൾ യാത്ര തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടിയും ഇപ്പോൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഞാനൊരു നേരത്തെ BJPയിലെ പത്മകുമാറിനെ പോലെയും ശ്രീ സന്തോഷ് അരേക്കണ്ടിയും പോലെ വർഗീയ വിഷം വമിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പൊതുസമൂഹം ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ, ഒരു പ്രത്യേക വിഭാഗം ഇറങ്ങി നിൽക്കുമ്പോൾ അവരിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വികാരമുണ്ടാക്കി ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, താങ്കൾ ഞാൻ പറഞ്ഞതിന് ശരിവെക്കുന്നു. അതായത് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നതിന്റെ മലയാളമാണ് താങ്കൾ വേറെ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത് കേസെടുക്കാതിരുന്നെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. നിശ്ചയമായിട്ടും 153A പറയുന്നത് പറഞ്ഞ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റൈസ് ആൻഡ് കാസ്റ്റ് എന്നാണ്. അതിനകത്ത് നേരത്തെ പത്മകുമാർ തീർച്ചയായും അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ BRM ഷഫീർ അത് ഉദ്ധരിക്കുകയൊക്കെ ചെയ്തു. ഇതാണോ വകുപ്പ്? ജാമ്യമില്ലാ വകുപ്പാണെന്നാണ് കേൾക്കുന്നതും നിയമവിദഗ്ധർ പറയുന്നതും. താങ്കളുടെ അഭിപ്രായത്തിൽ ഒപ്പം ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണവും? ഈ വകുപ്പ് അനുസരിച്ച് ജാമ്യമില്ലാതെ ഉള്ള വകുപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സർക്കാരിന് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഇതേ വകുപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ഹൈദരാബാദിൽ അക്ബറുദ്ദീൻ ഒവൈസിയെ പോലീസ് പിടികൂടി. അദ്ദേഹം കുറച്ചുനാൾ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നു. അക്ബറുദ്ദീൻ ഒവൈസി എന്ന് പറഞ്ഞാൽ അസീസുദ്ദീൻ ഒവൈസിയുടെ സഹോദരൻ. അസീസുദ്ദീൻ ഒവൈസി അദ്ദേഹം
വിദ്വേഷ പ്രസംഗം നടത്തി. അതായത് താജ്മഹലും ചെങ്കോട്ടയും പണിയിച്ചത് ഞങ്ങളാണ്, നിങ്ങളുടെ സംഭാവന, നിങ്ങളെന്ന് പറഞ്ഞ ഹിന്ദുക്കളാണ്, നിങ്ങളുടെ എന്ത് സംഭാവനയാണുള്ളത് എന്ന രീതിയിലുള്ള പ്രസംഗം നടത്തിയാണ് അദ്ദേഹത്തെ അന്നത്തെ ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ, കിരൺകുമാർ റെഡ്ഡിയുടെ സർക്കാർ അറസ്റ്റ് ചെയ്ത് ഏതാനും ദിവസം അദ്ദേഹം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നു. വേണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെയും ഈ വകുപ്പ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനുള്ള ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇവിടുത്തെ സർക്കാർ പ്രകടിപ്പിക്കുമോ? അത് പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ജാഥ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സമത്വ മുന്നേറ്റ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ജാഥ തടഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. അതായത് ഡൽഹി ഇമാം, പഴയ ഡൽഹി ഇമാം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വേണമെങ്കിലും എൻ്റെ മുമ്പിൽ സൽമാൻ റുഷ്ദി വന്നാൽ ഞാൻ വെടിവെക്കും. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, ശിവസേന നേതാവ് ബാൽ താക്കറെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം നടന്മാരുടെ സിനിമകൾ കാണരുതെന്ന്. ഇങ്ങനെ വർഗീയ വിഷം വമിക്കുന്നത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സാമൂഹിക അനീതിയുടെ ഭാഗമായിട്ട് തങ്ങളുടെ പരിപ്രേക്ഷ്യത്തിലുള്ള സാമൂഹ്യ അനീതി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടല്ല വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ഇത് പരാമർശിച്ചത്. മാൻഹോളിൽ ഇറങ്ങിയ 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ പിടയൽ കണ്ട് ഓടിപ്പോയി രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ഒരു ഓട്ടോ ഡ്രൈവറുടെ ജാതി അന്വേഷിച്ച് അത് പരാമർശിക്കുക എന്ന ഏറ്റവും മലിനമായ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തീർച്ചയായും ഏറ്റവും മലിനമായ പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയെക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസ് പ്രായോഗികവൽക്കരിക്കേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തി വേണ്ട നടപടി തന്നെയല്ലേ? അതെ, പക്ഷെ അതിന് ഇന്ത്യൻ പീനൽ കോഡിലുള്ള വകുപ്പുകളനുസരിച്ച്, വ്യവസ്ഥകളനുസരിച്ച് മാത്രമല്ല ഏത് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ പ്രതാപകാലത്ത് അദ്ദേഹത്തിനെതിരെ ഡസൻ കണക്കിന് ഇതുപോലത്തെ കേസുകൾ ഉണ്ടായിരുന്നു. 1-2 എണ്ണത്തിലൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊക്കെ വെറും കേസായിട്ട് തന്നെ നിങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ അത് അങ്ങനെ പോലീസിന്റെ കണക്ക് പുസ്തകത്തിൽ മാത്രം നിലനിന്ന കേസുകൾ. ഇതുപോലെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നത് വളരെ നമ്മൾ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ അങ്ങേറ്റം അപലപനീയമാണ്, ദുഃഖകരമാണ്. എങ്കിൽ പോലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ചില നൂലമാലകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതിൽ കവിഞ്ഞ പ്രത്യേകിച്ച് രോമാഞ്ചമൊന്നും നമുക്കുണ്ടാകുകയില്ല. നമ്മുടെ എം എം മണിക്കെതിരായിട്ട് ഇതുപോലെയുള്ള വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസ് ചാർജ് ചെയ്തത്. അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ചാർജുകളായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നു എന്നുള്ള ഒഴിച്ചാൽ ഞാൻ പറയുന്നത് ഇതിന്റെ പ്രായോഗികതയെ കുറിച്ചാണ്. ഇതുപോലുള്ള കേസുകൾ ചാർജ് ചെയ്താലും അവസാനം ഇതൊന്നും ഫലപ്രാപ്തിയിൽ എത്താറ് പതിവില്ല. അപ്പോൾ ശ്രീ ജയശങ്കർ, ഇത് ചില കണ്ണിപ്പൊടിയിടലിന്റെ ഉണ്ടയില്ല വെടിയാണോ? അല്ല, ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഇങ്ങനൊരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് തെറ്റാണെന്നൊരു അഭിപ്രായം ശക്തമായിരിക്കുന്നു. സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആത്യന്തികമായിട്ട് ഇങ്ങനെയുള്ള കേസുകളൊന്നും ശിക്ഷിക്കാറ് പതിവില്ല. ശ്രീ ഭാസുരേന്ദ്ര ബാബുവിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇത്രയേറെ മലിനം എന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തിയത് ഒരുപക്ഷെ ആ വാർത്തയെക്കുറിച്ച് പോലും അറിയാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. മാൻഹോളിൽ വൃത്തിയാക്കാൻ ഇറങ്ങിയതല്ല നൗഷാദ്, പീപ്പിൾ TV ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതായത് 2 പേരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയതാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് ജീവൻ പൊലിഞ്ഞത്. നിരവധി പേർ അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷേ ഭാര്യയെയോ സ്വന്തം കുടുംബത്തെയോ ഒന്നും, സ്വന്തം ജീവനോ പോലും ആലോചിക്കാതെ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ്റെ ജാതി പോലും അന്വേഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചതിനെതിരെ ഈ കേസെങ്കിലും എടുക്കേണ്ടേ? അത് സർക്കാർ ചെയ്തത് നീതിയാണ്. പക്ഷേ അറസ്റ്റിലേക്ക് എത്തുന്നില്ല. അതൊരു പക്ഷേ ജാഥ പൊളിറ്റിക്കലി വലിയ പ്രശ്നമായി വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി നീങ്ങാം എന്നൊക്കെയുള്ള നിരീക്ഷണം ഒരുപക്ഷെ ശരിയല്ലേ? അത് അല്ല, അതിനകത്ത് അജിം ഷാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ജാഥ നടത്തുന്നത് ഒരു പാർട്ടി, പുതിയൊരു പാർട്ടി രൂപീകരണ പ്രഖ്യാപനത്തിനാണ്. ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ ജാഥ എന്ന് പറയുന്നൊരു എടുപ്പാണ്. അതിങ്ങെത്തുമ്പോൾ അതിന് മേളിലൊരു വിഗ്രഹം കാണും, ഒരു പാർട്ടിയുടെ വിഗ്രഹം. ആ അർത്ഥത്തിൽ അതിനുവേണ്ടി മാത്രം ലക്ഷ്യം വയ്ക്കുന്നു. ഏത് തരത്തിലുള്ള പാർട്ടിയാണത്? ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പാർട്ടി. അതായത് പുതിയൊരു ഹിന്ദു പാർട്ടി കേരളത്തിൽ രൂപീകരിക്കാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാം ഹൈന്ദവ താല്പര്യ സംരക്ഷണാർത്ഥമേ കാണുകയുള്ളൂ. ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഇങ്ങെത്തുമ്പോഴേക്കും ഈ കാക്കി ട്രൗസറും വെള്ള ഉടുപ്പുമായി അദ്ദേഹത്തിന് രൂപാന്തരീകരണം, മെറ്റമോർഫിസ് സംഭവിക്കും എന്ന് VS അച്യുതാനന്ദൻ പറയുന്നത്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം നാം ശ്രദ്ധിക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് വീണ് കിട്ടുന്ന ഏത് സാധ്യതയും സാഹചര്യവും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായി ഉപയോഗിക്കുക എന്ന ദൗത്യ നിർവഹണമാണല്ലോ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നൗഷാദിന് എന്തെങ്കിലും സൗകര്യം കൊടുത്താൽ അത് മുസ്ലിമിന് കൊടുക്കുന്ന അനർഹമായ സൗകര്യമായി അദ്ദേഹം വിലയിരുത്തും. അതിനു മുന്നിൽ കേരളീയർ പോലും അല്ലാത്ത 2 ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ? പ്രാദേശികരായ ആൾക്കാർ വിലക്കിയിട്ട് പോലും നൗഷാദിന് അതിന് തുനിയുകയായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം അങ്ങനെ തന്നെ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ പൂർണ്ണമായും
ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള ഭാവഭേദങ്ങളില്ലാതെ നൗഷാദിനെതിരായി നടത്തിയ പരാമർശത്തിനെതിരെ വലിയ ഒരു വികാരം രൂപം കൊണ്ട സമയത്ത് ഒരുപക്ഷെ കോൺഗ്രസ് ഗവൺമെൻറ്റിന് വി എം സുധീരൻ പറയുന്നത് മാതിരിയോ അല്ലെങ്കിൽ ടി എൻ പ്രതാപൻ പറയുന്നത് മാതിരിയോ വി എസ് അച്യുതാനന്ദൻ പറയുന്നത് മാതിരിയോ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അത് നടപ്പാക്കാമായിരുന്നു, അറസ്റ്റ് ചെയ്ത് നടപ്പാക്കാമായിരുന്നു. ഇപ്പം ജാമ്യമില്ല, ഇനി ജാമ്യം ഉണ്ടെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം എടുത്തോളും. ഇനി ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസെടുക്കുന്നു, കേസെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കുമോ? അങ്ങനെ വരുമ്പം അവിടെയാണ് നേരത്തെ നമുക്കൊക്കെ സൂചിപ്പിക്കാൻ കഴിയുന്നത് മാതിരി അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വിൽ പവർ വേണം. വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുകയുണ്ടായി, അജിം ഷാ കോൺഗ്രസ്സുകാർ പാവം തെറ്റിദ്ധരിച്ചു, എന്നെ കണ്ടപ്പം കുറേ വോട്ടുകൾ അവരുടെ കിട്ടുന്ന വോട്ടുകളൊക്കെ നിൽക്കും, CPM കിട്ടുന്ന വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് അവർ വിചാരിച്ചു. അത് നടക്കാതെ വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർ താറും പാച്ചി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്നീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഷഫീർ നിങ്ങളുടെ നേതാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും തീർന്നില്ല. ഇവിടെ ഇതിനേക്കാൾ വലിയ ജാഥ തടഞ്ഞ മഹാന്മാരുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാലു പ്രസാദ് യാദവ് ഭരിക്കുന്ന ബീഹാറിൽ രാമ ജന്മഭൂമിയിലേക്കുള്ള യാത്ര സുസംഘടിതമായി വന്നപ്പോൾ അതിർത്തിയിൽ വെച്ച് അദ്ദേഹം അത് തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ വന്നപ്പം രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, എന്താ നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഷഫീർ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കും. അതില്ലാത്തവർ എന്തിന്? വി എം സുധീരൻ പറഞ്ഞല്ലോ, കേരളത്തിലെ തൊഗാഡിയെയാണ് വെള്ളാപ്പള്ളി നടേശന്. തൊഗാഡിയോട് ഈ സർക്കാർ എന്താണ് ചെയ്തത്? അൻഷാദ് അദ്ദേഹത്തിന് എതിരെ കേസെടുത്തു, കേസ് വിഡ്രോ ചെയ്ത് കൊടുത്തു. അത് തന്നെയാണ് കളി. ഇത് മനസ്സിലാകാതിരിക്കുന്നതാണോ വിചാരം? തീർച്ചയായും വ്യക്തമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ BJP നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നൗഷാദ് എന്ന 2 ജീവനുകളെ രക്ഷിക്കാനായി മാൻഹോളിലേക്ക് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ചാടിയിറങ്ങിയ ഒരു മനുഷ്യൻ, വീരമൃത്യു എന്നാണ് പൊതുവെ അദ്ദേഹത്തിന് ചക്ര പോലും കിട്ടാൻ അർഹനായ വ്യക്തിയാണെന്ന് മേജർ രവി പോലും പീപ്പിൾ TV ക്യാമ്പയിനിലൂടെ പങ്കെടുത്ത് പറയുകയുണ്ടായി. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്തരത്തിൽ കേസെടുത്തത് തെറ്റാകുമോ? അതായത് മിസ്റ്റർ നൗഷാദ് ചെയ്തിട്ടുള്ള വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെ സ്വാഗതം ചെയ്യുകയും ആ കുടുംബത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് ന്യായീകരിക്കത്തക്കത തന്നെയാണ്. തൊഴിൽ കൊടുക്കണം, ആ കുടുംബത്തെ സംരക്ഷിക്കുകയും വേണം. പക്ഷെ ചോദ്യം, ചില കാര്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണോ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഗവൺമെന്റ് നീങ്ങിയത് എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ശരിയാണ്, നൗഷാദ് വളരെ വലിയ ഒരു കർമ്മം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ കർമ്മമല്ലേ ആഗസ്റ്റ് മാസം 26-ാം തീയതി കോട്ടക്കൽ നിവാസികളായിട്ടുള്ള 3 ചെറുപ്പക്കാര് പാലക്കാടിലെ കഞ്ചിക്കോട് ഫാക്ടറിയിൽ നിന്ന് പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റോഡിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. പ്രഭാകരൻ എന്ന് പറയുന്ന ആൾ ബൈക്കിൽ നിന്ന് താഴെ വീണ് പിടയുന്നു. ആ പ്രഭാകരനെ എടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി 3 പേർ ഒരുമിച്ച് ആ റോഡിൽ നിന്ന് അദ്ദേഹത്തെയും എടുത്തുകൊണ്ട് വരുന്നതിനിടയിലാണ് ഈ 4 പേരും വീണ്ടും വന്ന ലോറി ഇടിച്ച് മരണപ്പെട്ടത്. എന്റെ 5 മന്ത്രിമാർ മലപ്പുറം ജില്ലയിൽ ഉണ്ടല്ലോ. ഈ 5 മന്ത്രിമാരിൽ ഒരാള് പോലും ആ കുടുംബത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഒരു നയാ പൈസ പോലും ആ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കൊടുത്തില്ലല്ലോ. തൊഴിൽ കൊടുക്കുമെന്നുള്ള വാഗ്ദാനം ആരും നൽകിയില്ലല്ലോ. ഇതാണ് കേരളത്തിന്റെ മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ വിവേചനം എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഈ വിവേചനത്തെ കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ മുഖം തിരിഞ്ഞ് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നാദാപുരത്തൊരു സംഘർഷമുണ്ടായി, രാഷ്ട്രീയ സംഘർഷമായിരുന്നു. ആ രാഷ്ട്രീയ സംഘർഷത്തിൽ CPIM-ന്റെ ഒരു പ്രവർത്തകനെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ആളുകളാൽ കൊല ചെയ്യപ്പെട്ടു. CPIM-ന്റെ മരണപ്പെട്ട ആൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു, മുസ്ലിം ലീഗിന് 17 ലക്ഷം രൂപ വീട് നഷ്ടപ്പെട്ടതിന് കൊടുത്തു. അപ്പോ ഇങ്ങനെയൊക്കെ നടക്കുന്ന കേരളത്തിൽ അത് അവരുടെ ആ കൊടുത്ത ആളുകൾ ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളായി പോകുന്നതിനോടാണ് കേരളത്തിന്റെ പൊതു. തീർച്ചയായും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ താങ്കൾ ഒരു അമ്മ കൂടിയാണ്. ഒരുപക്ഷെ നൗഷാദിനും ഒരു അമ്മയുണ്ട്. തീർച്ചയായും ഈ ചർച്ച അവർ കേൾക്കുന്നുണ്ട് എന്ന ഉത്തമമായ ബോധ്യം ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ താങ്കൾക്ക് വേണം. അനീതി, സാമൂഹിക അനീതി സംസാരിക്കാൻ എത്രയോ കാരണങ്ങൾ നിങ്ങൾക്കുണ്ട്. ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയ ഒരു മനുഷ്യനെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നതെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ അതിന് മറുപടി ശോഭാ സുരേന്ദ്രൻ പറയണം. വാർത്തയിൽ ഒരു പുതിയ ഡെവലപ്മെന്റ് കൂടിയുണ്ട്. ശോഭാ സുരേന്ദ്രൻ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്നറിയാം. എന്നാൽ പോലും വാർത്തയുടെ പുതിയ ഒരു ഡെവലപ്മെന്റ്, അതായത് 153A എന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസിനെ രാഷ്ട്രീയവും നിയമപരവുമായി നേരിടുമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം കൂടി എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്?
അജിംഷാദ് നൌഷാദുമായി ബന്ധപ്പെട്ട് നൌഷാദിന് ധനസഹായം നൽകിയതുമായി ബന്ധപ്പെട്ടത് ആലുവയിൽ സംസാരിച്ച ഒരു പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനമാണെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമായിരിക്കുന്നത്. സാമൂഹ്യ നീതി തുല്യമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളെ കുറിച്ച് സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അല്ലാതെ മറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല എന്നുമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ശരി പ്രശാന്ത്, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തില്ല എന്ന ചെന്നിത്തലയുടെ വാക്കുകളോ മറ്റോ മാധ്യമപ്രവർത്തകർ ഉദ്ധരിച്ചോ? അതിനെക്കുറിച്ച് എങ്ങാനും വെള്ളാപ്പള്ളി പ്രതികരിച്ചോ? നിലവിൽ ഇത്തരം ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു പ്രതികരണം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതേസമയം ഇന്ന് കോട്ടയത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം വളരെ മാധ്യമങ്ങൾക്ക് നേരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാണാം അത് വലിയൊരു ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അതൊരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കാണുമെന്നും അതിനെ മഹാഭാഗ്യമായി കരുതും എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയപരമായി തന്നെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് വെള്ളാപ്പള്ളി നൽകിയിരിക്കുന്നത്. ശരി പ്രശാന്ത്, വളരെ നന്ദി പ്രശാന്ത്. ശോഭാ സുരേന്ദ്രനിലേക്ക്. ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം, അതായത് ഇത്തരത്തിലൊരു പരാമർശത്തെ ഇങ്ങനെയാണോ BJP പോലെ ഒരു പ്രസ്ഥാനം കാണേണ്ടത്? രാജ്യം ഭരിക്കുന്നവരാണ്. അല്ല, ഇപ്പം നൌഷാദിന്റെ ഉമ്മ എന്റെ ചർച്ച കേൾക്കുന്നുണ്ടാകും എന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ എന്താ പറയുന്നത്, നൌഷാദിന്റെ കുടുംബത്തിനോട് നീതി പുലർത്താൻ വേണ്ടി മുന്നോട്ട് വന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞതാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്. ഞാൻ ചോദിച്ചത് നൌഷാദിന്റെ ഉമ്മയുടെ വേദന തന്നെയല്ലേ രമേശന്റെ അമ്മയുടെ വേദന? അതല്ലേ രാജേഷിന്റെ അമ്മയുടെ വേദന? അതല്ലേ ശശി പ്രസാദിന്റെ അമ്മയുടെ വേദന? അവർ ഹിന്ദുക്കളായി പോയത് കൊണ്ടാണോ ആ അമ്മമാർക്ക് ഒരു നയാ പൈസ പോലും കൊടുക്കാൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി തയ്യാറാകാതിരുന്നത്? 5 മന്ത്രിമാർ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് ഒരു മന്ത്രി പോലും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒന്ന് കടന്നു ചെല്ലാതിരുന്നത് അവർ ഹിന്ദു നാമധാരികളായി പോയത് കൊണ്ടാണോ എന്ന് ചോദിക്കാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ലേ? അതില്ല എന്നാണോ കൈരളി ചാനൽ പറയുന്നത്? അപ്പൊ ഇവിടെ അതല്ലല്ലോ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ആ പരാമർശം ഞങ്ങൾ കേട്ടു. അതായത് വെള്ളാപ്പള്ളി നടേശന് ആ സംഭവത്തെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയില്ല. നൌഷാദ് എന്ന വ്യക്തി, ഓട്ടോ ഡ്രൈവറായ വ്യക്തി, ചായ കുടിക്കാൻ ചായ പറഞ്ഞതിന് ശേഷം നിൽക്കുമ്പോഴാണ് 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഹിന്ദിയിൽ കലർന്ന നിലവിളി കേൾക്കുന്നത്. മാൻഹോളിൽ നിന്ന് ഓടി നൌഷാദ് അവിടേക്ക് പോവുകയാണ്. അവരുടെ ജാതി ചോദിച്ചില്ല, അവരുടെ മതം ചോദിച്ചില്ല, അവരുടെ ഭാഷ നോക്കിയില്ല. 2 ജീവനുകൾ എന്ന രീതിയിൽ ഓടിപ്പോയി, മാൻഹോളിൽ ഇറങ്ങി. രക്ഷപ്പെടുത്തുന്നതിനിടെ അദ്ദേഹം മരിച്ചു. പ്രാദേശികമായി പലരും അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം അതൊന്നും കേട്ടില്ല, ചാടി ഇറങ്ങുകയാണ് ചെയ്തത്. ആ നൌഷാദിനെ കുറിച്ചാണ് മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങവേ മരിച്ച നൌഷാദ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. നിരുത്തരവാദപരമായി ചുമ്മാതങ്ങ് പറയുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയെങ്കിൽ അതിനെയാണോ BJP പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് BJP രാഷ്ട്രീയപരമായി എത്തിയെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചാൽ മറുപടിയുണ്ടോ ശോഭാ സുരേന്ദ്രൻ? അല്ല, BJP എന്താ പറയുന്നത്? എന്താ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? കുറെ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആലങ്കാരികമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തെ ഇവിടെ ഇഴപിരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിനകത്തു നിന്ന് ഒരു മുതലെടുപ്പ് നടത്താമെന്നാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തേ ബിഷപ്പിനെതിരായിട്ട് കേസെടുത്തില്ല? ഇതിനേക്കാൾ വലിയ കാര്യമാണല്ലോ ഇടുക്കിയിലെ ബിഷപ്പ് പ്രസംഗിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെയുള്ള ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ മിസ്റ്റർ ജിജി തോംസൺ, മതപരിവർത്തനം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അവകാശമെന്നല്ലേ ഗവർണർ ഇരിക്കുന്ന വ്യക്തിയില് ഭരണഘടനയെ അംഗീകരിക്കേണ്ട ഒരു വ്യക്തി പ്രസംഗിച്ചത്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തായിട്ടോ ഇത് ചർച്ചയായതായിട്ടോ ഞാൻ ശരിയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. അത്തരത്തിൽ വർഗീയമായ പരാമർശങ്ങളുണ്ട്. സാമൂഹിക നീതി എന്ന് വെള്ളാപ്പള്ളിക്ക് തോന്നുന്ന ഒരു ആംഗിളിൽ അത്തരത്തിൽ സാമൂഹിക നീതിയെ സംബന്ധിച്ച് സംസാരിക്കാം. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനധികൃതമായി നേട്ടങ്ങൾ കൊയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ സംസാരിക്കാം, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവർക്ക് അതിനെ എതിർക്കാം. അതല്ല ഇവിടെ ഉണ്ടായത്. രക്ഷപ്പെടുത്താനായി ഇറങ്ങിയ ഒരു മനുഷ്യത്വപരമായ പ്രവൃത്തിയെ ഈ രീതിയിൽ കണ്ടു എന്നതാണ്. കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് മരിച്ച ഒരു പട്ടാളക്കാരൻ്റെ ജാതി നോക്കിയിട്ട് മറ്റുള്ളവർക്ക് അത് ചെയ്തില്ല, ഇവർക്കിത് ചെയ്തു എന്ന് പറയുമോ BJP നാളെ? അല്ല, ഭാരതീയ ജനതാ പാർട്ടി ഒരു മനുഷ്യന്റെയും ത്യാഗത്തെ ഞങ്ങൾ വില കുറച്ച് കാണില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. പക്ഷെ ചോദിക്കുന്ന ചോദ്യം എത്രയേ ഉള്ളൂ. കോരനും കാളിയും രാഘവനും രാമകൃഷ്ണനും പാപ്പച്ചനും ജാഫറും
ഒരുമിച്ച് ഖജനാവിലേക്ക് നികുതി പണം അടയ്ക്കുന്ന ഒരു ഈ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി മരണത്തിൽ പോലും മതം നോക്കുന്നു എന്ന് ഇവിടെ ആരെങ്കിലും പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. തെറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ. എന്തുകൊണ്ടാണ് ഈ കോട്ടക്കലിലെ പാവപ്പെട്ടവന്റെ കുടുംബത്തിലേക്ക് 5 നയാ പൈസ കൊടുക്കാതിരുന്നത്? എന്താണ് അവർക്ക് ഒരു തൊഴിൽ വാഗ്ദാനം ചെയ്യാതിരുന്നത്? എന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നത്? എന്റെ ലീഗിന്റെ വകുപ്പ് മന്ത്രിമാർ ആ വീടിനകത്തേക്കൊന്ന് ചെല്ലാതിരുന്നത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അത് ഉമ്മൻചാണ്ടിയുടെ തെറ്റല്ലേ, നൗഷാദിന്റെ അല്ലല്ലോ? നൗഷാദിനെ ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട ആവശ്യകതയുണ്ട് എന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. പിന്നെ താങ്കൾ തന്നെ പറഞ്ഞ ഒരു പ്രസ്താവന പീപ്പിൾ TV അല്പം മുമ്പ് കൊടുത്തതാണ്. അതായത് മന്ത്രി മുനീറിന്റെ വാഹനം ഇടിച്ച് 2 പേർ മരിച്ചല്ലോ, അവർക്ക് എന്തേ സഹായം നൽകിയില്ല എന്ന്. തീർച്ചയായിട്ടും കൊടുക്കണ്ടേ? അത് ഞാനിപ്പോ പക്ഷെ അതിന് നൗഷാദ് എന്ത് പിഴച്ചു? ശ്രീ ശോഭാ സുരേന്ദ്രൻ മറുപടിയുമായി ഒരു പക്ഷേ BRM ഷഫീർ ഉണ്ടാകും. ഷഫീർ, ഇത്തരത്തിലാണ് BJP കാണുന്നത്. സാമൂഹിക അനീതിയുടെ ആംഗിളിൽ മാത്രമാണ് സംസാരിച്ചത്. അവിടെ നൗഷാദിനെ ഒരു ഹേതുവാക്കിയെന്നേ ഉള്ളൂ. ആ രീതിയിലാണോ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ആ ഘട്ടത്തിലെത്തി എന്നതേ ഉള്ളൂ. അങ്ങനെയാണ് BJP അതിനെ കാണുന്നത്. ഇതിനൊക്കെ കാരണം ഉമ്മൻചാണ്ടിയുടെ അനീതിയുള്ള അസമത്വത്തോടുകൂടിയുള്ള പെരുമാറ്റമാണ്. ഈ ശോഭാ സുരേന്ദ്രൻ തികഞ്ഞ പച്ചയായ വർഗീയതയായ ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തി കണ്ടത്. ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കണം. കൊല്ലത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കവേ 2 കുട്ടികളും ഒരു സഹോദരിയുമായിട്ട് വീണ് മരിക്കാൻ വേണ്ടിയുള്ള ഇത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വലത് കാൽ ഛേദിക്കപ്പെട്ട ശരണ്യ എന്ന് പറയുന്ന കുട്ടിയെ ശോഭാ സുരേന്ദ്രൻ അറിയോ? ആ ശരണ്യക്ക് ജോലി കൊടുത്തത് ഇതേ ഉമ്മൻചാണ്ടിയാണ്. ശോഭാ സുരേന്ദ്രൻ അറിയണം. അതുപോലെ തന്നെ ഇവിടെ കോട്ടയത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകളെ വളരെ വേഗം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമം നടത്തിയ അവിടുത്തെ ഒരു തൊഴിലാളിയായ ശ്രീ വിനോദിന് ജോലി കൊടുത്തത് ഇതേ ഉമ്മൻചാണ്ടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മലപ്പുറത്ത് എടപ്പാളിൽ കഴിഞ്ഞ ദിവസം ഹാൻഡ്ബോൾ താരങ്ങളായിട്ടുള്ള 4 കുട്ടികൾ മരണമടഞ്ഞ സംഭവം. ആ കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായവും അവർക്ക് വേണ്ട കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് ഒരു പ്രധാനപ്പെട്ട അജണ്ട അതാണ്. ശോഭാ സുരേന്ദ്രൻ, ഞങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ജാതിയില്ല. ഞങ്ങൾ ആനുകൂല്യം കൊടുക്കുന്ന കാര്യത്തിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കണ്ടിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ കൊലപ്പെടുത്തിയിട്ടുള്ള മനുഷ്യൻ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം ആലോചിക്കണം. ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ പറയട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരാൾക്കും ആനുകൂല്യം നിഷേധിക്കുന്ന സമീപനം കോൺഗ്രസ് പാർട്ടിക്കോ UDF സർക്കാരിനോ ഇല്ല. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആർക്കെങ്കിലും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം UDF-നില്ല. പ്രഖ്യാപിക്കട്ടെ, കോട്ടക്കലിൽ മരണമടഞ്ഞ പാവപ്പെട്ട 3 കുടുംബത്തിലെ ഓരോ ആശ്രിതർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു വന്നാൽ അതിന് ജാതിയുടെ പേരിൽ തിരസ്കരിക്കുന്ന സമീപനം ഐക്യജനാധിപത്യ മുന്നണി സർക്കാരില്ല. ശോഭാ സുരേന്ദ്രന്റെ വ്യക്തമായ ലക്ഷ്യം ഞങ്ങൾക്കറിയാം. ശോഭാ സുരേന്ദ്രന്റെ വ്യക്തമായ ലക്ഷ്യം അറിയാം, ഞങ്ങൾക്കറിയാം. വെള്ളാപ്പള്ളിയെ ഈ വിഷയത്തിൽ പിന്നെ മാൻഹോളിലേക്ക് ഇമേജ് തകർന്നു വീണ വെള്ളാപ്പള്ളിയെ അതിൽ നിന്ന് പിടിച്ചു കയറ്റി BJP-യുടെ സഖ്യകക്ഷിയായ നേതാവിനെ സംരക്ഷിക്കാൻ ശോഭ കാണിക്കുന്ന വ്യഗ്രത നിങ്ങൾക്ക് മനസ്സിലാവും. ശോഭ ശരണ്യെ കാണൂല. ശോഭ ശരണ്യെ കാണൂല. ശോഭ വിനോദിനെ കാണൂല. കണ്ണൂരിൽ ബോംബാക്രമണത്തിൽ കൈകാലുകളും കണ്ണുകളും തകർന്ന അമാവാസി എന്ന് പറയുന്ന പൂർണ്ണചന്ദ്രന് ജോലി കൊടുത്ത ഉമ്മൻചാണ്ടിയുടെ സംഭവം ശോഭാ സുരേന്ദ്രൻ കാണൂല. കാരണം എന്തെന്നറിയോ? ശോഭാ സുരേന്ദ്രൻ ഒറ്റ കണ്ണിലൂടെ കാണുന്നത്, വർഗീയതയുടെ കണ്ണിലൂടെ മാത്രമാണ് ഇതെല്ലാം കാണുന്നത്. അതുകൊണ്ടാണത്. ഉമ്മൻചാണ്ടി കൊടുത്തില്ല. നാദാപുരത്ത് CPIM-ഉം ലീഗും തമ്മിൽ സംഘടനമുണ്ടായി. 2 കൂട്ടർക്കും സഹായധനം വാഗ്ദാനം ചെയ്തു. അവിടെ കൊയിലാണ്ടിയിൽ മരണമടഞ്ഞത് ഹിന്ദുവായിരുന്നു, അതുകൊണ്ട് കൊടുത്തില്ല. ഇത് ഞങ്ങൾക്ക് ചോദിക്കണ്ടേ? കേരളത്തിൽ നിങ്ങൾ ചോദിച്ച് കേരളത്തിലെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ച് അതിനകത്തുനിന്ന് ചോരക്കറയോടുകൂടിയ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നതല്ലേ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ലല്ലോ. ശോഭ കേൾക്കൂ. ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം കേൾക്കൂ. അമാവാസി എന്ന് പറയുന്ന ബാലന് ജോലി കൊടുത്ത സംഭവം ശോഭ മനസ്സിലാക്കുന്നുണ്ടോ? വിനോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തൊഴിൽ കൊടുത്ത സംഭവം ശോഭ അറിഞ്ഞോ? ശരണ്യ എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടി, കാലുപോയ പെൺകുട്ടിക്ക് തൊഴിൽ കൊടുത്ത സംഭവം ഇവിടെ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞില്ലേ?
എടപ്പാളിലെ കുട്ടികൾക്ക് ധനസഹായത്തിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നാളെ അവരുടെ ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയെ ശോഭ കാണില്ലേ? എത്രയോ നാളായി ആ എടപ്പാളിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ആവശ്യപ്പെടുന്നു. നാളെയാണ് അത് കൊടുക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കുക, അപകടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഹിന്ദുവെന്നും മുസൽമാനെന്നും പറഞ്ഞുകൊണ്ട് ഈ ജാതീയമായ രീതിയിൽ ആളുകളെ വേർതിരിച്ചുകൊണ്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ 153A പ്രഖ്യാപിച്ചതുപോലെ ശശികല ടീച്ചറെയും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആ കണ്ണിലൂടെ കാണാൻ കഴിയൂ. വർഗീയത അവസാനിപ്പിക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല മിസ്റ്റർ ഞാൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ടവരോട് ഒരേ നീതി പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ കോൺഗ്രസ് ഏത് സർട്ടിഫിക്കറ്റ് തന്നാലും അത് നട്ടല് നിവർത്തി നിന്ന് വാങ്ങാൻ ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം ആലോചിക്കുന്നത്, ഹിന്ദുവെന്നും മുസൽമാനെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല ശോഭ. ആളുകളെ ഹിന്ദുവെന്നും മുസൽമാനെന്നും പറഞ്ഞുകൊണ്ട് തരംതിരിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോഴും അപകടം കാണുമ്പോഴും അതിനകത്ത് വർഗീയ കണ്ണോടുകൂടി കാണുന്ന ഒരുതരം ഫാസിസ്റ്റ് സാധ്യയുടെ രാഷ്ട്രീയമുണ്ടല്ലോ, സാക്ഷി മഹാരാജിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ചെലവാകുമായിരിക്കും, കേരളത്തിന്റെ മണ്ണിൽ നടക്കുകയില്ല എന്ന് അസന്ധിഗ്ധമായിട്ട് ഐക്യ ജനാധിപത്യം പ്രഖ്യാപിക്കുക. ശ്രീ ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിന്റെ പൊതുജനത്തോടാണ് ഞാൻ ഈ ചർച്ചയിലൂടെ പ്രതികരിച്ചത്. കാരണം ഇവിടെ തീർച്ചയായും ശ്രീ ശോഭാ സുരേന്ദ്രൻ, തീർച്ചയായും താങ്കൾ പറഞ്ഞത് പൊതുജനത്തോട് തന്നെയാണ്. പക്ഷേ BRM ഷഫീർ ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യില്ല, യാത്രയെ തടസ്സപ്പെടുത്തില്ല, അതിനുള്ള ഇച്ഛാശക്തിയൊന്നും അവർ കാണിക്കില്ല. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതുകൊണ്ട് ശ്രീ ശോഭാ സുരേന്ദ്രൻ പേടിക്കണ്ട. എനിക്ക് യാതൊരു പേടിയുമില്ല. എന്നെ അങ്ങനെ ഒരു വർഗീയവാദിയാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ശ്രമവും വിലപ്പോകുന്നില്ല. ഞാൻ മലപ്പുറത്താണ് ജീവിക്കുന്നത്. എനിക്ക് എന്റെ നാട്ടിലുള്ള ജനങ്ങൾക്കും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനും എന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതായത് ഈ നൗഷാദിന്റെ കുടുംബം അനാഥമായതുപോലെ തന്നെ ആ ഉമ്മയുടെ കണ്ണീരിൽ പങ്കുചേർന്നുകൊണ്ട് കൊടുത്ത ജോലി കൊടുത്തതിനെ കേരള മുഖ്യമന്ത്രി കൊടുത്തു ജോലി എന്ന് പറഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ ഓരോ അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെയാണെങ്കിൽ നൗഷാദിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യം തെറ്റായിപ്പോയി എന്ന് BJPക്ക് അറ്റ്ലീസ്റ്റ് പറയാമല്ലോ. അല്ല, നൗഷാദിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളെ കുറിച്ചും പ്രസംഗിച്ചതിന്റെ കൂട്ടത്തിൽ ഈ സംഭവത്തെ ശോഭാ സുരേന്ദ്രൻ സാറിന് കട്ട് ആൻഡ് റൈഡായി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഞാൻ വളരെ സുതാര്യമായി ചോദിക്കുന്നു, അതായത് ഇത്തരത്തിലുള്ള വലിയ അനീതി ഹിന്ദു സമൂഹത്തിനെതിരെ നടത്തുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, ശോഭാ സുരേന്ദ്രൻ പറയുന്നു. താങ്കളുടെ അഭിപ്രായം ശരിയാണെങ്കിൽ പോലും അതിലേക്ക് വളരെ നിരുപദ്രവമായി ഒരു മനുഷ്യ സേവനം ചെയ്ത നൗഷാദിന്റെ പേര് വലിച്ചിഴച്ചത് തെറ്റായിപ്പോയി എന്ന് പറയാമോ BJPക്ക്? അല്ല, നൗഷാദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന്റെ മകൻ തന്നെ ഇന്നലെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് മാധ്യമ സുഹൃത്തുക്കൾ ആ പ്രസംഗത്തെ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും BJP ഈ വിഷയത്തിൽ ഒറ്റ ചോദ്യമേ ഉന്നയിക്കുന്നുള്ളൂ. ഞങ്ങൾ ചോദിക്കുന്നത് നൗഷാദ് ചെയ്തിട്ടുള്ള ഒരു പുണ്യപ്രവൃത്തി, ആ പുണ്യപ്രവൃത്തി തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. കൊടുത്ത ജോലി കൊടുക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കേരളത്തിൽ നടക്കുന്ന ഈ അസന്തുലിതാവസ്ഥയെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ലേ? ആ അവകാശം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല എന്നാണോ പറയുന്നത്? അപ്പൊ തീർച്ചയായിട്ടും പക്ഷേ അത്തരത്തിൽ ഒരു അനീതി പറയാൻ നൗഷാദിനെ പോലെ ഒരു വ്യക്തി, പൊതുസമൂഹം മുഴുവൻ നെഞ്ചത്ത് കൈവച്ച് അംഗീകരിക്കുന്ന ഒരു വ്യക്തി, ഏറ്റവും സമകാലികമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പരാമർശിക്കേണ്ടായിരുന്നു, അത് തെറ്റായിപ്പോയി എന്ന് BJP പറയുന്നുണ്ടോ എന്നാ ചോദ്യം. അല്ലല്ല, അതായത് ഒരു മുഴുനീള പ്രസംഗത്തിൽ ഇപ്പോ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു. മദ്രസകൾക്ക് സമാനമായ സ്കൂളുകൾക്ക് 128 സ്കൂളുകൾക്കാണ് ഇടതുപക്ഷത്തിന്റെ കാലത്ത് എയ്ഡഡ് പദവി നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഏകാധ്യാപക വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് ആദിവാസികൾക്ക് അക്ഷരം അഭ്യസിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തിൽ അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല. നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു പദപ്രയോഗം ശോഭാ സുരേന്ദ്രൻ അതിനൊന്നുമെതിരെ കേസെടുത്തിട്ടില്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ യാത്ര തുടങ്ങിയതിന് ശേഷം നിരവധി ജില്ലകളിലൂടെ കടന്നുപോയി. പക്ഷേ അവിടെ ഒന്നും പറഞ്ഞ പരാമർശങ്ങൾക്ക് കേസായില്ലല്ലോ. കേസായത് ഈ പരാമർശത്തിനല്ലേ? നൗഷാദിനെ വർഗീയമായി ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളിനെ അങ്ങനെ പറഞ്ഞതിലേക്കല്ലേ പോകുന്നത്? അതിനെ പേരേണ്ട ഉത്തരവാദിത്വം എന്ത് BJP? കേരളത്തിൽ ഇപ്പോ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ വളരെ വലിയ
ഒരു വർഗീയവാദിയാക്കിയിട്ട് മാറ്റണമെന്നും അദ്ദേഹത്തിന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് കൈകാര്യം ചെയ്ത് കളയാമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ട് അദ്ദേഹത്തെ വലിയ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് മിസ്റ്റർ രമേശ് ചെന്നിത്തല ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി. ശരിയാണ്, ഒരുക്കിയതിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ ജയിലിലടയ്ക്കൂ. ഇതല്ലേ മിസ്റ്റർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്? എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ, എന്നെ നിങ്ങൾ ജയിലിലടയ്ക്കൂ എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. BJP എന്താ ചോദിക്കുന്നത്? BJP മുന്നോട്ട് വെക്കുന്നത് ഒറ്റ പോയിന്റേ ഉള്ളൂ. ഈ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് പോകുന്ന മിസ്റ്റർ ഉമ്മൻചാണ്ടിക്ക് പല മരണങ്ങളും നടക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കുന്നില്ല. അത് തെറ്റല്ലേ? രാമനോടും രാഘവനോടും പാപ്പച്ചനോടും ജാഫറിനോടും ഒരേ സമീപനം സ്വീകരിച്ചുകൂടെ ബഹുമാനായ മുഖ്യമന്ത്രി എന്നേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. മുനീറിന്റെ വണ്ടി തട്ടി മരിച്ചത് ഒരു ഹിന്ദു ആയതുകൊണ്ടാണോ ആ കുടുംബത്തിൽ ഇന്ന് വരെ ഒരു ജോലി കൊടുക്കാത്തത്, പ്രഖ്യാപനം നടത്താത്തത്? ഇതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇത് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ ശ്രീ ശോഭ സുരേന്ദ്രൻ, അത് ചോദിക്കുന്നതിന് എന്തിന് പാവം നൗഷാദിനെ ഹേതുവാക്കി എന്നതാണ് പൊതുജനത്തിന്റെ സംശയം. തീർച്ചയായും ശോഭ സുരേന്ദ്രൻ ദയവായി തുടരുക. വിദ്യാസാഗർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിദ്യാസാഗർ, താങ്കൾ ദയവായി തുടരണം ടെലിഫോണിൽ. ശ്രീ വിദ്യാസാഗർ, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ? ദയവായി തുടരണം. ഞാൻ വേറൊരു ചാനൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വിദ്യാസാഗറിലേക്ക്. വിദ്യാസാഗർ, ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തിയ ഒരു മനുഷ്യനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വർഗീയത പ്രതിപാദിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവമായ വിഷയം. വർഗീയത പറഞ്ഞതോ അല്ലെങ്കിൽ വർഗീയമായി അദ്ദേഹത്തിന് തോന്നിയ സാമൂഹിക അനീതി പറഞ്ഞതോ അല്ല, മറിച്ച് നൗഷാദ് എന്ന് പറയുന്ന 2 അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിളികേട്ട്, അതും ഹിന്ദിയിലുള്ള വിളികേട്ട് ഓടിപ്പോയി രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തി അതിനെതിരെ കേസായിരിക്കുന്നു. നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, യാത്രയെ ഈ ജാമ്യമില്ലാ വകുപ്പിന്റെ പേരിൽ ഒരിക്കലും തടസ്സപ്പെടുത്തില്ല എന്നും ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് വിദ്യാസാഗർ ഈ കാര്യത്തെ നോക്കിക്കാണുന്നത്? ഇത് ഈ പ്രസംഗം കേട്ടപ്പോഴേ എന്റെ മനസ്സിൽ തോന്നിയതാണ്. ഇതൊരു അദ്ദേഹത്തിന് കടക്കാവുന്ന ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് സംസാരിക്കുകയാണ്. ഇത് SNDP യോഗത്തിന്റെ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ കൊള്ളുന്ന വർത്തമാനമല്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ അഭിപ്രായപ്പെടുകയുണ്ടായി. അതിന് മറുപടിയായിട്ട് ഇന്ന് അദ്ദേഹം അടിമാലിയിൽ പ്രസംഗിച്ചപ്പോ എന്നെ പറ്റിയിട്ട് ചീത്ത പറയാനാണ് പ്രസംഗത്തിന്റെ നല്ല ഒരു ഭാഗം ഉപയോഗപ്പെടുത്തിയതെന്ന് അവിടെയുള്ള പ്രവർത്തകർ എന്നെ വിളിച്ച് പറയുകയുണ്ടായി. എനിക്ക് അതിലൊന്നും ഒരു വിരോധമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ചീത്തയാകുന്ന അങ്ങനെയുള്ള ആരോപണങ്ങളെ ഒന്നും ഭയപ്പെടുന്ന ആളല്ല ഞാൻ. അത് അദ്ദേഹത്തിനും ഒരുപക്ഷെ എന്നെ പറ്റി അറിയാവുന്നതാ. പിന്നെ ഇപ്പൊ എടുത്തിരിക്കുന്ന കേസും അതിന്റെ നിലപാടുകളും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വർഗീയ വിദ്വേഷം പരത്തുന്ന വിധത്തിലുള്ള ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഒരു കേസിൽ പ്രതിയാവുക എന്ന് പറയുന്നത്, അതിന്റെ ജനറൽ സെക്രട്ടറി പ്രതിയാവുക എന്ന് പറയുന്നത് ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതിൽ വലിയ അപമാനമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കണം. പണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ഒരിക്കൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ട്. അത് സർസിപിയുടെ കാലത്താ. അത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ കാലത്ത് CK കേശവൻ എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ എക്കാലത്തെയും വലിയ നേതാവിനെ സർസിപി രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. അന്ന് മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഈഴവ സമുദായവും സംയുക്ത സഭ രൂപീകരിച്ച് നടത്തിയ വലിയൊരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അധസ്ഥിത വർഗങ്ങളുടെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് ജയിലിൽ പോയത് കഴിഞ്ഞാൽ പിന്നെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിമാർക്ക് ആർക്കും അത്തരത്തിലുള്ള നിയോഗം ഉണ്ടായതായിട്ട് ഇതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നിപ്പോ അതിന്റെ കാര്യദർശി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് ഉത്ബോധിപ്പിച്ച ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാൻ ബാധ്യതപ്പെട്ട അതിന്റെ കാര്യദർശി സമൂഹത്തിൽ വർഗീയ വിദ്വേഷം വരുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയിട്ട് അതിന്റെ പേരിൽ ഇതാ നിയമ നടപടിയും അറസ്റ്റ് ഭീഷണിയും നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അപമാനമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിലിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരോ ഉയരുമ്പോ SNDP യോഗത്തിന് ഒരു മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കുള്ളത് വലിയ ദുഃഖമാണ്. ഞാൻ അതിനോട് പ്രതികരിക്കാൻ തന്നെ എനിക്ക് വളരെ തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ ടച്ചിങ് ആയ കാര്യം തന്നെയാണ്. ടച്ചിങ് ആയ പ്രസ്താവനയാണ്. അതായത് നാരായണ ഗുരുവിനെ പോലെ ചെയ്യാനുള്ള ഒറ്റ കാര്യം ഏറ്റവും വേഗത്തിൽ രാജിവെച്ച് ഈ സമുദായത്തിന് അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാറുള്ളൂ.
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രസ്താവനയുടെ പേരിൽ SNDPയെ വലിച്ചിഴച്ച ശ്രീനാരായണനെ പോലെ വലിയൊരു വ്യക്തിത്വത്തിന്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനത്തെ വലിച്ചിഴച്ച വെള്ളാപ്പള്ളി നടേശൻ ഉടൻ തന്നെ രാജിവെച്ച ആ പ്രസ്ഥാനത്തിന്റെ മഹത്വം സംരക്ഷിക്കണമെന്ന് മുൻ SNDP നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് വിദ്യാസാഗർ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അത് ബ്രേക്കിംഗ് തന്നെയാണ്. വിദ്യാസാഗർ, ഒരു കാര്യം കൂടി, അതായത് നാരായണ ഗുരുവിനെ പോലെ കേരളത്തെ തന്നെ ഉഴുതുമറിച്ച ഒരു വലിയ മഹാനായ നവോത്ഥാന നായകന്റെ കറണ്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ പറയുന്നത് ഒരിക്കലും അനുവദിക്കപ്പെടാനാകാത്ത കാര്യമാണെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ, പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ വേണ്ടവണ്ണം നൗഷാദിൻ്റെ പ്രസക്തി പോലും അദ്ദേഹത്തിന് അറിയില്ല, വൃത്തിയാക്കാൻ ഇറങ്ങിയെന്നാണ് തെറ്റിദ്ധാരണയോടുകൂടി അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഒരു നിരുത്തരവാദപരമായി പറഞ്ഞ പ്രസ്താവനയെ പോലും RSS സംരക്ഷിക്കുകയാണ്, BJP സംരക്ഷിക്കുകയാണ്. ശ്രീ വിദ്യാസാഗർ, അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്നലെ മിസ്റ്റർ AN രാധാകൃഷ്ണൻ BJPയുടെ നേതാവ് ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോ അദ്ദേഹത്തിന്റെ ധർമ്മസങ്കടം ഞാൻ കാണുകയുണ്ടായി. ആ ചർച്ചയിലിരിക്കുമ്പോ അദ്ദേഹം മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന ഒരു രീതിയിലാണ് ഇന്നലത്തെ ചാനൽ ചർച്ചകളിലെല്ലാം അദ്ദേഹം പ്രതികരിച്ചതെന്ന് ഞങ്ങൾക്ക് അത് കണ്ടിരുന്നവർക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കാണുമ്പോൾ മനസ്സിലാകുമായിരുന്നു. ഇന്നിപ്പോ കുറെ കൂടി ഓച്ചുപ്രസായിട്ട് ഈ നിലപാടുകളെ സാധൂകരിക്കാനായിട്ട് പല നേതാക്കളും മുന്നോട്ട് വന്നിരിക്കുന്നതായിട്ട് ഞാൻ ചർച്ചകളിലൂടെ ഒരു കാര്യം കൂടി ശ്രീ വിദ്യാസാഗർ, ഒരു കാര്യം കൂടി, താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണ്. അതായത് 153A IPC 153A പ്രകാരം ജാമ്യമില്ലാ വകുപ്പെന്നാണ് അറിവ് ശരിയെങ്കിൽ, അങ്ങനെയുള്ള ഒരു വകുപ്പ് ചാർത്തിയ ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് ഹാജരാക്കി അല്ലെങ്കിൽ അതിന്റെ നിയമ നടപടിക്രമങ്ങളുണ്ടല്ലോ അതിലേക്ക് പോകുമോ എന്ന് ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജാഥയെ തടസ്സപ്പെടുന്ന, യാത്രയെ തടസ്സപ്പെടുന്ന ഒന്നും ഉണ്ടാകില്ല എന്നാണ്. അത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവാണോ? അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് ജാഥയെ തടയില്ല എന്നാ പറഞ്ഞത്. ജാഥയെ തടയാനായിട്ട് ഉള്ള നടപടികൾ എന്ന് പറയുന്നത് ഈ നടപടികളില്ല. ജാഥയെ തടയണമെങ്കിൽ വേറെ നടപടികളുണ്ട്. അല്ല, അപ്പോൾ രാത്രിയിൽ വെള്ളാപ്പള്ളി നടേശൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പോയി അറസ്റ്റ് ചെയ്യും എന്നാണോ ഉദ്ദേശിച്ചത്? അദ്ദേഹം ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് അതിന്മേലെ ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്താൽ അതിന് ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചിട്ട് സ്വാഭാവികമായി സ്വീകരിക്കപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഏത് വിധത്തിലാണ് പോലീസ് ആ സ്വാഭാവികമായ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത് എന്ന് നമുക്ക് കണ്ടിരിക്കാം. അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. മന്ത്രി പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതല്ല ശരി. അദ്ദേഹം ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ് അനുസരിച്ചിട്ട് പോലീസ് തീരുമാനിക്കും. അതാണ് അതിന്റെ ശരിയായ നടപടിക്രമം. തീർച്ചയായും വളരെ പക്വതയോടുകൂടിയുള്ള ആ പ്രതികരണം തന്നെയാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്നും തീർച്ചയായും. ശ്രീ വിദ്യാസാഗർ, വളരെ നന്ദി. ശ്രീ KV അബ്ദുൽ ഖാദർ MLA-യിലേക്ക്, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീപിടിച്ച ഘട്ടത്തിൽ ക്രിസ്ത്യൻ പള്ളിയിൽ മണിയടിച്ചു, മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിച്ചു. അങ്ങനെയുള്ള ഒരു വലിയ സംസ്കാരം കേരളത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സഹായഭൂതനായ ഒരു വ്യക്തിയാണ് ശ്രീനാരായണൻ, ചട്ടമ്പി സ്വാമി, അത്തരത്തിൽ ഉള്ള വ്യക്തികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് CPIM-ന്റെ നിലപാട്. ഇത് പറയുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം വളരെ ഞെട്ടലോടെയാണ് ഇവരുടെയൊക്കെ ഈ പ്രസ്താവനകൾ കാണുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അപകടങ്ങളിൽ മരിച്ചു വീഴുന്നവർ, മരിച്ചു വീഴുന്നയാളുടെ ജാതി ഏതാണ്, ഹിന്ദു മതം ഏതാണ്, ഇതൊന്നും യഥാർത്ഥത്തിൽ ആരും നോക്കാറില്ല. മരിച്ച വീട് അനാഥമാകുന്നുവോ ഇല്ലയോ, അവർക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയും, ഇതാണ് പൊതുവിൽ നോക്കുന്നത്. ഇപ്പം ഞാൻ ഈ 2 ടേമിൽ കഴിഞ്ഞ നിയമസഭയിലും അംഗമായിരുന്നു, ഈ നിയമസഭയിലും അംഗമാണ്. ഞങ്ങൾ MLA-മാരും ജനപ്രതിനിധികളും ഒക്കെ ചെയ്യുന്ന കാര്യം, ഞങ്ങളുടെ നാട്ടിൽ മരണമുണ്ടായാൽ, പ്രത്യേകിച്ച് അപകട മരണങ്ങൾ ഉണ്ടായാൽ, അത് മരിച്ചതാരാണ്, ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് നോക്കിയിട്ടല്ല ധനസഹായത്തിന് അപേക്ഷിക്കുന്നത്. അങ്ങനെ ധനസഹായത്തിന് അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷകൾ പരിഗണിക്കുന്നതും അവരേതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പാസ്സാക്കുകയും അല്ലാത്തവരാണെങ്കിൽ നിരാകരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി കേരളത്തിലില്ല. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണെങ്കിലും ഈ ഗവൺമെൻറ് കാലത്താണെങ്കിലും അതില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മതപരിഗണനകളാണ് തീരുമാനമെടുക്കുന്നതിന് ഇടയാക്കുന്നത് എന്ന വാദത്തോട് എനിക്ക് യോജിപ്പില്ല. രണ്ടാമതായിട്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ വർഗീയ പ്രചരണത്തെ എതിർക്കുന്നവരാണ്. കാരണം അവർ മനസ്സുകൊണ്ട് മതനിരപേക്ഷവാദികളാണ്. നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ, അയ്യങ്കാളിയുടെ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇവിടുത്തെ കോൺഗ്രസ് പോലെയുള്ള മറ്റ് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ഇടപെടലിനെ തുടർന്ന് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊതു മനോഭാവം അതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മതസഹിഷ്ണുതയും മതനിരപേക്ഷതയും നിലനിൽക്കുന്നത്. ഞാൻ വരുന്ന ഗുരുവായൂരിൽ നിന്നാണ്, അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായി 1970-കളിൽ. അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് അഗ്നിബാധയുണ്ടായ സമയം അതറിഞ്ഞപ്പോൾ തൊട്ടടുത്ത മുസ്ലിം പള്ളിയിൽ ബാങ്ക് വിളിച്ച ആളുകളെ കൂട്ടി ക്ഷേത്രത്തിലെ അഗ്നിബാധ കെടുത്താൻ ആളുകളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത ക്രിസ്ത്യൻ ദേവാലയത്തിൽ കൂട്ടമണി അടിച്ചുകൊണ്ട് ആളുകളെ കൂട്ടി ഇങ്ങോട്ട് ആളുകളെ അയച്ചു. ഇതാണ് നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദ പാരമ്പര്യം. ഈ സൗഹാർദ്ദത്തെ, ഈ ഐക്യത്തെ തകർക്കാൻ വേണ്ടി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വർഗീയവാദികൾ ശ്രമിക്കുമ്പോൾ അത് സത്യത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വേണം. തീർച്ചയായും. ഷഫീർ, 5 സെക്കൻഡ് താങ്കൾക്ക് സമയപരിമിതി ഉണ്ട്. അറസ്റ്റ് ചെയ്യുന്നതാണോ ഭൂഷണം, അല്ലയോ? അറസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയും സർക്കാരും വളരെ വേഗം തന്നെ നടപടിയെടുക്കും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, വർഗീയ അജണ്ടയുമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇറങ്ങുന്ന വെള്ളാപ്പള്ളിമാർക്ക്, അഭിനവ തൊഗാഡിമാർക്ക് കേരളത്തിന്റെ മണ്ണിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു 5 സെക്കൻഡ് താങ്കൾക്കും. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞത് നട്ടലുണ്ടെങ്കിൽ ആണാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാലു പ്രസാദിനെ വരെ താങ്കൾ കോട്ട് ചെയ്യുകയും ചെയ്തു VP സിംഗിന്റെ കാലഘട്ടത്തിൽ. തീർച്ചയായും ഇവിടെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ, അതായിരിക്കുമോ സന്ദേശം? അറസ്റ്റ് ചെയ്താൽ അത് വെള്ളാപ്പള്ളിക്ക് ഗുണകരമാകുമോ അല്ലയോ എന്നുള്ള രീതിയിലുള്ള ഭരണപക്ഷത്തിന്റെ സംശയത്തിന് വല്ല അർത്ഥവുമുണ്ടോ? ഞാൻ അതിന് മറുപടി പറയുന്നേ ഇല്ല ജിംഷാദ്. അതിനപ്പുറം എനിക്ക് പറയേണ്ടത്, ശോഭാ സുരേന്ദ്രൻ വളരെ ആക്രോശത്തോടെ സംസാരിച്ചല്ലോ. മുനീറിൻ്റെ വണ്ടി മുട്ടിയ ഒരു ഹിന്ദുവിന് ഒരു കോമ്പൻസേഷനും കൊടുക്കില്ലേ എന്ന്. സത്യത്തിൽ അവർ കാര്യങ്ങൾ തിരിച്ചടിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് തന്നെ തെറ്റാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ പർപ്പസ്ഫുൾ അല്ലാത്ത ഒരു മരണത്തിന് കേസെടുത്താൽ മരിച്ചുപോയ ആൾക്ക് കോമ്പൻസേഷൻ കിട്ടും ആ കേസിനകത്തുനിന്ന് തന്നെ. പക്ഷേ നൗഷാദിനെ സംബന്ധിച്ച് അങ്ങനെ കോമ്പൻസേഷൻ കിട്ടാവുന്ന തരത്തിൽ ഒരു കേസോ സൗകര്യമോ വരാൻ ഇടയില്ല. കാര്യം നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളല്ല നൗഷാദ്. അതേസമയം അതിൻ്റെ ഇരയാക്കപ്പെട്ടവർക്ക് കോമ്പൻസേഷൻ ലഭിക്കുകയും ചെയ്യും. നൗഷാദ് ഇടപെടുന്നത് കൃത്യമായും മാനവികത മുൻനിർത്തിയാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ 3 ജന്മം ജനിക്കണം ഇനി ശോഭാ സുരേന്ദ്രനും വെള്ളാപ്പള്ളി നടേശനും ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്ന ഒരേ തുവൽ പക്ഷികൾ തന്നെയാണ്. തീർച്ചയായും അത് മലയാളം അംഗീകരിക്കും. തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞ വാക്കുകൾ കൂടി പറഞ്ഞാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. മിസ്റ്റർ നൗഷാദ്, താങ്കൾ വീരമൃത്യു വരിച്ചത് 2 പേരെ രക്ഷിക്കാൻ മാത്രമല്ല, വർഗീയതയ്ക്കെതിരെയുള്ള സമരം കൂടിയായി താങ്കളുടെ മരണം മാറിയിരിക്കുന്നു എന്നുള്ളത്. വെള്ളാപ്പള്ളി നടേശനെതിരെ ജാമ്യമില്ലാ കേസ്.